പറഞ്ഞത്. ഇന്ത്യയിൽ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഡയറക്ട് സെല്ലിംഗ് വന്നിട്ട് സമയത്തായിട്ടുള്ളൂ. ശരിക്കും MI ലൈഫ് സ്റ്റൈൽ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഈ 10 വർഷം കൊണ്ടാണ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിന്റെ ഹിസ്റ്ററി മാറ്റി കുറിച്ചിട്ടുള്ളതാണ് മുബീൻ സാർ. നമ്മൾ ആലോചിച്ച് നോക്കാം. മുബീൻ സാർ പറഞ്ഞെന്താ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയിട്ടുള്ളൂന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയുള്ള ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കൊന്നും ശരിക്കും നിൽക്കാൻ കഴിയുന്നില്ല. നമുക്കൊക്കെ ചെയ്ത വർക്ക് ചെയ്തിട്ട് പോരാന്നുള്ള രീതിയിനകത്ത്. കാരണം എന്താ, അതൊക്കെ ഒരിക്കലും ഒരു സ്വപ്നം പോലെയാണ് കാണുന്നത്, അല്ലാതെ റിയാലിറ്റി അല്ല എന്റെ മെയിനകത്ത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബിസിനസ്സും മുബീൻ സാറെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബിസിനസ്സും ഒക്കെ ഒരേ ബിസിനസ്സാണ്. എന്തുകൊണ്ടാണ് മുബീൻ സാർക്ക് അങ്ങനെ ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മിറ്റ്മെന്റ് ആണ്. ഈ ബിസിനസിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഈ ബിസിനസിനകത്ത് കൂടെ വളരാൻ പറ്റുമോ വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും വളരാൻ പറ്റും. ഒരു 10 വർഷം 15 വർഷം കഴിയുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ബിസിനസിന്റെ എക്സ്പീരിയൻസ് ഇന്ന് ഈ വോയിസ് കേൾക്കുന്ന ഏകദേശം ഓൾമോസ്റ്റ് 50-50 ജില്ല ആൾക്കാരുണ്ട്. ഈ 50 ജില്ല TC ആൻഡ് പോയിട്ടുള്ള ആൾക്കാര് ശരിക്കും ഞാൻ പറയും ഒരു തീരുമാനം എടുക്കാന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാല് ഇന്ന് മുബീൻ സാർ പറയുന്ന ഇതുവരെ എക്സ്പീരിയൻസ് മീഡിയ ഫ്രണ്ട്സ് നമുക്കും പറയാൻ പറ്റും. നമുക്ക് ഇതുപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും. ഈ ബിസിനസിനകത്ത് സിസ്റ്റത്തിനകത്ത് നിൽക്കാന്നില്ല. സ്വന്തമായി കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് മനോജ് സാർ ഈ ഒരു മീറ്റിംഗ് TC ആൻഡ് പോലെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി അതിനൊരു പർപ്പസ് ഉണ്ടാവും. യാതൊരു സംശയം കരുതണ്ട. മനോജ് സാറായിട്ട് ഇപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതൊക്കെ റിയാലിറ്റി ആണ്. എന്താണ് സംഭവിച്ചത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിനകത്തുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും ഞാൻ മനോജ് സാറിനെ കൂടി സംസാരിച്ചത്. ഇനി എന്തായി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിനകത്ത് ഇതുപോലൊരു ലൈഫ്, ഈ രീതിയിനകത്തുള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും 2024 ഈ തുടക്കം കുറിക്കുന്നത് 2025, 26, 27, 28, 30 ഒക്കെ ആകുന്ന സമയത്ത് സക്സസ് ബെറിയിലും പല ആളുകളെ എക്സ്പീരിയൻസ് ഇതുപോലെ ഷെയർ ചെയ്യാണ്ടാവും. ഇന്ന് ഈ വോയിസ് കേൾക്കുന്ന ഈ സംസാരം കേൾക്കുന്ന പല ആളുകളെ നിങ്ങളെ 100 കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു പുറപ്പെടലാണ് മനോജ് സാർ സക്സസ് ബെറിയേറ്റും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിനെ ബേസ് ചെയ്ത് ഒത്തിരി ഇൻഫർമേഷൻ മനോജ് സാർ തരാൻ പോകുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഏതായാലും അത് കേൾക്കാം. അതിന്റെ മുന്നായിട്ട് നമ്മളെ കൂടെ ഈ ടീമിനകത്ത് തന്നെ SBG മലബാർ ബില്ലിനേഴ്സ് എന്ന ഈ ടീമിനകത്ത് 2 RTCകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ RTCകൾ ഒരു 5 മിനിറ്റ് നേരത്തെ ഇന്നത്തെ രാവിലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇസ്മായിൽ സാറാണ്. സോ നമ്മൾ ഈ ബിസിനസിനകത്ത് വളരെ നല്ല രീതിയിൽ പാഷനേറ്റഡ് ആയി പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും കുറച്ച് ഉള്ളോട്ടാണ്. അവിടെ ടീം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇടയിൽ കൂടെ ഒരു 5 മിനിറ്റ് നേരം സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും പുള്ളിനെ ഞാൻ സ്പോട്ട്ലൈറ്റിലേക്ക് ഇൻവൈറ്റ് മിസ്റ്റർ ഗോയിങ് NTC മിസ്റ്റർ ഇസ്മായിൽ സർ പ്ലീസ് ഓൺ ദ സ്ക്രീൻ. ഇസ്മായിൽ സാറെ ക്ലിയർ അല്ലേ? സാർ ഇസ്മായിൽ സാറെ കിട്ടിയില്ലേ? ഇസ്മായിൽ താജ് എന്നുള്ള ഇതിലല്ലേ ഉള്ളത്? താജ് അതെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പുള്ളിക്ക് പറ്റുന്നുണ്ടാകുന്നില്ല. കിട്ടുന്നില്ലേ? ഇല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മളെ കൂടെ. പുള്ളിനെ ആ രീതിയിനകത്തേക്ക് കാപ്പബിലിറ്റി ആയിട്ട് ഉറപ്പിച്ചിട്ടുള്ള അത് പുള്ളി വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഈ ബിസിനസിനകത്ത് പോകാൻ പോകുന്ന NTC കാറ്റഗറിനകത്ത് NTC വക്കത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവർ 2 പേരും. സോ ഇന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒത്തിരി ഇൻഫോർമേഷൻസും ഒത്തിരി അറിവും തന്നുകൊണ്ടിരിക്കുന്ന ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഐ ഇൻവൈറ്റ് ദ മിസ്റ്റർ ഷോയിബ് സർ പ്ലീസ് ദ സ്ക്രീൻ. താങ്ക് യു അൽതാഫ് സർ. താങ്ക് യു. വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. TC ആൻഡ് അബോ ലീഡേഴ്സിനോടാണ് സംസാരിക്കുന്നത്. മിക്കവാറും ആളുകൾ റീഗ എന്നുള്ള പ്രോജക്റ്റ് വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് ബോധവാന്മാരായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് രാവിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. മനോജ് സാറ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് എന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. റീസൺ സാറെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിനെ ലൈഫായിട്ട് കണ്ട് അത് കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട രീതികളെ പ്രൊമോട്ട് ചെയ്ത് അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യണമെന്ന വാശിയോടുകൂടിയും ആർക്കാണോ അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അവര് വേണ്ട രീതിയിൽ വിജയിച്ചെടുക്കാൻ
സാധാരണഗതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ പോരാ എന്ന് മനസ്സിലാക്കുകയും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മനസാന്നിധ്യത്തോടു കൂടി സക്സസ്ഫുള്ളി ഗ്ലോബലിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ 100% വിജയിക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന് മുബീൻ സാറിലൂടെ യഥാർത്ഥത്തിൽ എനിക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതിന് ശേഷം അത് ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്താൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ അപ്പുറമുള്ള ലൈഫ് എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഒക്കെ ഗ്രേറ്റ് ലീഡർ നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ഈ കാണിച്ചു തരുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്കും നിങ്ങൾക്കും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മനോജ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? ഞാൻ പറഞ്ഞു അവിശ്വസനീയമായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്നോട് പറഞ്ഞത്, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഷുഹൈബിന് ഇതുപോലൊക്കെ സംസാരിച്ചു കൂടെ, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൂടെ എന്ന ആ ചോദ്യം കൂടി ആയതിനു ശേഷം പിന്നീടുള്ള സമയങ്ങളിൽ മുഴുവനും പലതരത്തിലുള്ള എന്റെ സ്വപ്നങ്ങളും എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം മുബീൻ സാറക്കായും കൂടുതൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസും വിജയിക്കുകയും ഒരു കാലഘട്ടത്തിൽ വിജയിക്കുകയും ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരുവാൻ മുബീൻ സാറുടെ വെലോസിറ്റി ഇന്റർനാഷണൽ എന്നുള്ള ഓർഗനൈസേഷനിൽ സാറ് വിശ്വസിക്കുന്നത് അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് എന്തായാലും മനോജ് സാർ അടങ്ങുന്ന സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, അതിലടങ്ങുന്ന നമുക്ക് എല്ലാവർക്കും മനോജ് സാറുടെ ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് മുബീൻ സാറ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ കൂടുതൽ നമുക്കും അനുഭവിക്കാൻ പറ്റും. നേരത്തെ അൽതാഫ് സാറ് പറഞ്ഞ പോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മുബീൻ സാറും പറയുന്നത്. മുബീൻ സാറ് പറയുന്നത് ഇവിടെ 18 വയസ്സാകാത്ത ധാരാളം ആളുകളുണ്ട്, ധാരാളം പയ്യന്മാരുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 80% ആളുകളും ഇനിയും 18 വയസ്സ് തികയാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാനിരിക്കുന്നേയുള്ളൂ. അവരൊക്കെ വരുന്നത് ഒരർത്ഥത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന നെറ്റ്വർക്കിന്റെ അണ്ടറിലാണെങ്കിൽ ആയേ പറ്റൂ. അതിന് ഇന്ന് മുബീൻ സാറുടെ സംസാരം വളരെ ഷോർട്ടായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആക്ഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല. നോളജ് എന്ന് പറഞ്ഞാൽ പോലും അത് ആക്ഷൻ ആണ്. ആക്ഷൻ ഇല്ലെങ്കിൽ നോളജ് ഇല്ല. അപ്പൊ നോളജിന്റെ അർത്ഥം തന്നെ ആക്ഷൻ ആണ്. ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. മിക്കവാറും ആളുകൾ ടിവിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കമ്പനികളിലും ഒരു ദിവസത്തിന് നമുക്ക് റീചാർജ് ചെയ്തിട്ട് വേണം നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ. അത്രയും നമ്മുടെ 24-മായി ബന്ധപ്പെട്ട് ഇന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും ഇന്ന് കിട്ടിയുള്ള ഇൻസ്പിറേഷനും നമുക്ക് മനോജ് സാറിലൂടെ കിട്ടാനിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. എനിക്ക് ഈ അവസരം തന്നതിന് തീർച്ചയായിട്ടും ദൈവത്തോടും സക്സസ്ഫുള്ളിയോടും അൽതാഫ് സാറോടും ഉള്ള എന്റെ നന്ദിയും കടപ്പാടും എന്റെ എക്സൈറ്റ്മെന്റും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. സോയിബ് സാറെ, താങ്ക് യു. വളരെ നല്ല രീതിയിനകത്തേക്കുള്ള സ്പീച്ച്, അടിപൊളി, ബ്യൂട്ടിഫുൾ. സോയിബ് സാർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തെന്ന് സോയിബ് സാറ് സംസാരിച്ച ഈ വിഷയത്തിനകത്ത് മുബീൻ സാറ് സംസാരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു സംഭവമാണ് യൂത്തുള്ള ആളുകൾ. ഇന്നും 18 വയസ്സ് തികയാത്ത ആളുകളാണ് 60 മുതൽ 80% ഇനിയും ഈ ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ചിന്തിച്ച ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ.
ഞാൻ നമ്മളെ ജുനൈദ് സാറെ കുറിച്ചൊന്ന് ചിന്തിച്ചു. കാരണം എന്താണെന്നറിയോ, ജുനൈദ് സാറ് പറയാറുണ്ട് എന്റെ വയസ്സ് 28 കുറിച്ചിട്ട്. ജുനൈദ് സാറ് പ്രസവിച്ച് 8 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ ഡയറക്റ്റ് സെല്ലിങ് തുടങ്ങി. കാരണം ജുനൈദ് സാറ് പ്രസവിച്ച് 8ാമത്തെ വയസ്സിലാണ് ഞാൻ ഡയറക്റ്റ് സെല്ലിങ് തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കുക, 8 വയസ്സായിട്ടുള്ളൂ ഞാൻ ഡയറക്റ്റ് സെല്ലിങ് തുടങ്ങുന്ന സമയത്ത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ നടക്കുന്ന ഓർഗനൈസേഷനകത്ത് ഏറ്റവും നല്ലൊരു ലീഡർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. നല്ലൊരു ലീഡർഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഡയറക്റ്റ് സെല്ലിങ് തുടങ്ങുന്ന സമയത്ത് എന്താണ്, പുള്ളിക്ക് 8 വയസ്സാണ്. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഇന്ന് നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് നിൽക്കുന്ന ആളുകള് 18 വയസ്സ് ചെയ്യാത്ത ഇഷ്ടം പോലെ ആളുകൾ മാർക്കറ്റിൽ കിടക്കുകയാണ്. ഇത് നാളെ നമ്മളെ നെറ്റ്വർക്കിനകത്ത് വന്നിട്ട് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ITCയും CTCയും ഡയമണ്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ വന്നിട്ട് നമ്മളെ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്തിട്ട് വരുന്ന ഡയമണ്ട്സ് ആയിരിക്കും. യാതൊരു സംശയമില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. എന്തായി കഴിഞ്ഞാൽ ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. 2024 സക്സസ് ബറി വെച്ചൊരു പ്രൊജക്ട് ഉണ്ട്. 2025 വെച്ചിട്ടുണ്ട്. 2026 വെച്ചിട്ടുണ്ട്. ഒത്തിരി പ്രൊജക്ട് ഉണ്ട്. ഈ പ്രൊജക്ടിന്റെ കൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മളെ ബിസിനസ് വരുന്ന സമയത്തും നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യുന്ന സമയത്തും ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വരും. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എപ്പോഴാണ് വരിക? നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വരിക. അതിനെ തരണം ചെയ്ത് നീക്കിയിട്ട് ഫ്രണ്ടിലേക്ക് കറക്റ്റ് റൂട്ടിനകത്ത് കൂടെ സക്സസ് ബറിന്റെ കൂടെ നിൽക്കാൻ പറ്റിയാൽ 2024 തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ TCന്റെ പോയിട്ടില്ല ഈ എന്റെ ആളുകളും ഏകദേശം 10-70 ആളുകൾ ഇന്ന് ഈ വോയിസ് ഇപ്പൊ ഏകദേശം 10-74 ആൾക്കാരോട് കേട്ടിക്കുന്നുണ്ട്. ഈ 74 ആളുകളെ ജീവിതത്തിനകത്തും മൈ ഡിയർ ഫ്രണ്ട്സ് 2024 തീരുന്ന സമയത്ത് 50,000 മുതൽ 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പ്രതിമാസം വരുമാനം കിട്ടുന്ന രീതിയിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ നമുക്ക് വളരണം. അത് വളരാൻ പറ്റിയ ഒത്തിരി ഇൻഫർമേഷൻസും ഒത്തിരി പ്രോഗ്രാമുകളും MI ലൈഫ് സ്റ്റൈലും സക്സസ് ബറിയും SBG മലബാർ ബില്യണേഴ്സും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ കൂടെ നിൽക്കും. ഒത്തിരി ലീഡേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും. സോ നമ്മൾ ഒരൊറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, എന്താണ് സിസ്റ്റം പറയുന്നത്? സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക, ഒരുമിച്ച് വളരുക. സോ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊടുക്കുന്നത് ആര് സംസാരമാണ്? മനോജ് സാറെ സംസാരമാണ്. സോ തീർച്ചയായിട്ടും മനോജ് സാർക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ സംസാരം കേട്ടിട്ട് ഇന്ന് മുതൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇന്ന് രാവിലെ മുതൽ തന്നെ ഒത്തിരി ആളുകളെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ള റിസൾട്ട് ഒരു 90 ദിവസം കൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പോലും വിശ്വസിക്കാത്ത ബിസിനസ്സിനകത്തുള്ള ഗ്രോത്ത് ബിസിനസ്സിനകത്ത് വരാൻ കിടക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ തുടക്കം ഒന്ന് കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മനോജ് സാർ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഐ എം പ്രൗഡ്. ഞാൻ 100% ഞാൻ പ്രൗഡാണ് ഇന്ന് ഈ ഒരു മീറ്റിംഗിനകത്ത് എനിക്ക് മനോജ് സാറെ വിളിക്കാൻ പറ്റിയത്. കാരണം എന്തുകൊണ്ടാണ്, ഞാനിന്ന് ഈ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഗൈഡൻസും എന്റെ പ്രോപ്പർ മെന്റർഷിപ്പും മൈ ഡിയർ ഫ്രണ്ട്സ് ഈ മനോജ് സാറായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കണക്ഷൻസ് വന്നതാണ് എന്റെ ലൈഫിൽ ഉണ്ടായില്ല എന്റെ ചേഞ്ചിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അച്ചീവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിനകത്തുള്ള ഒത്തിരി ചേഞ്ചസ് ഈ ഒരു 6 വർഷം കൊണ്ട് എന്റെ ലൈഫിനകത്ത് ഉണ്ടായിട്ട്. അതിന്റെ ഒരേ ഒരു കാരണം മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്ന എന്റെ മെന്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര സംസാരിച്ചാലും മനോജ് സാർ എത്ര സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മതി വരില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മൈ മെന്റർ, മൈ അപ്ലൈൻ, ദ ഗ്രേറ്റ് ലീഡർ ഗോയിങ് ഡയമണ്ട് സക്സസ് ബറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറെ വേദിയിലേക്ക് ഇൻവൈറ്റ് മനോജ് സാർ, പ്ലീസ് ദ സ്ക്രീൻ. താങ്ക് യു അൽതാഫ്, താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു ഷുഹൈബ് ഓൾസോ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളിൽ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. മേ ബി ഒരു 50% ആൾക്കാർ അല്ലെങ്കിൽ ഫുൾ ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം തന്നെ വലിയൊരു മുഖവരി ഒന്നും കൂടാതെ തന്നെ പറയാം. ഞാൻ ഇന്നിപ്പോ നിങ്ങൾ മുന്നേ ഇരിക്കുന്നത് 7 വർഷത്തോളം മുമ്പ് ഇതേ സമയത്ത് അല്ലെങ്കിൽ മേ ബി 6.5 വർഷം മുമ്പ് ഇതേ സമയത്ത് എന്റെ മനസ്സിൽ എന്തായിരുന്നോ ഒരു ഈ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത സമയത്ത് മുബീൻ സാർ വന്നു പോയി, പിന്നെയും 2 മാസം കഴിഞ്ഞ് അതുപോലൊരു മെന്റാലിറ്റിയാണ് എന്റെ മനസ്സിൽ ഇന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, എന്റെ 24 വർഷത്തോളമുള്ള ഡയറക്ട് സെല്ലിങ്ങിന്റെ കരിയറിൽ ഇത്രയും ഹൃദയത്തിൽ തട്ടിയ അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹം തോന്നിച്ച ഒരു ഇൻസിഡന്റും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും വേൾഡ് ഡയറക്ട് സെല്ലിങ്ങിലും ഒക്കെ തന്നെ നിരവധി സെഷൻസ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല രാജ്യങ്ങളിലും, ഞാൻ നോർത്ത് അമേരിക്കയിൽ, സൗത്ത് അമേരിക്കയിൽ പോയി കൊളംബിയ എന്നുള്ള സ്ഥലത്ത് ബൊഗോട്ട എന്നൊരു സിറ്റിയില് ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 സെഷൻ 3 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു.
അത് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ജോൺ ട്രവോൾട്ട പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലെവലിലുള്ള സെഷനായിരുന്നു. അതുപോലത്തെ സെഷനൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തും ഇന്ത്യ വിദേശത്തൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഭയങ്കര കോൺഫിഡൻസും ആവേശവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇന്നുണ്ടായത് അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ടായതെന്ന് പറഞ്ഞാല് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഒരാൾ കയറിപ്പോയി അങ്ങ് പോയി ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് വേറൊന്നിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിൽക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഞാൻ അൽത്താഫിനോടും എന്റെ കീ ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സിനോടും പറഞ്ഞ് നമുക്ക് വൈകുന്നേരം ഒന്ന് കൂടാം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, മുബീൻ സാർ പറഞ്ഞ 2-3 വാചകങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തട്ടിയത്, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ജോലിക്കാരനായിട്ട് കുറച്ച് ഞാനൊരു ജോലിക്കാരനായിട്ട് 10-40,000 രൂപ ശമ്പളത്തില് ജീവിതത്തിൽ എന്നും കടക്കാരനായിട്ട് ഇരുന്നേനെ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തുന്നത്. അടുത്തൊരു 3 തലമുറയെങ്കിലും എന്റെ സേഫ് ആയിട്ടുണ്ട്. അദ്ദേഹം US ഒരു വീട് വാങ്ങി. അദ്ദേഹം ഇന്ന് രാവിലത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇന്ത്യൻ സമയം ഒരു 10:30 എന്നെ വിളിച്ചു. ഞങ്ങള് ഏകദേശം 3/4 മണിക്കൂർ വീഡിയോ കോൺഫറൻസ് സംസാരിച്ചു. അദ്ദേഹം വളരെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 12 മണി ആയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. സക്സസ് സ്റ്റോറിയുടെ മുന്നോട്ടുള്ള പോക്കും കാര്യങ്ങളും എല്ലാം തന്നെ. അത് മാത്രമല്ല ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിച്ചു. എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഒരു ശരാശരിയോ അതിൽ താഴെയുള്ള ജീവിതം, കടവും ബാധ്യതയും വലയും അതും ഇതൊക്കെ ആയിട്ട് പോകുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഇനി കുട്ടികൾ വളരട്ടെ അവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു സാധാരണ മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ട് ജീവിക്കാം. അതല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയോ രാജ്ഞിയെ പോലെയോ നിങ്ങൾക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഒരു നല്ല ലെവലിലെത്താം. 3 വർഷം ചിലപ്പോൾ ചില ആൾക്കാർക്ക് എടുത്തൊന്നും വരില്ല, അതിനേക്കാളും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിന്ന് വന്നേക്കാം. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബിസിനസിനെ കാണുമ്പോൾ ബിസിനസിനെ നമ്മൾ ആ രീതിയിൽ കാണണം. ഇന്ന് നടന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരോട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഷുഹൈബ് പറഞ്ഞ പോലെ തന്നെ ഒറ്റ വാക്കി പറഞ്ഞാൽ ആക്ഷൻ ആണ് ഇതിന്റെ ഒക്കെ റിസൾട്ട് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഷോർട്ടസ്റ്റ് മെസ്സേജ്. പക്ഷെ അദ്ദേഹം ഇന്ന് രാവിലെ 7 മണി മുതൽ 7:05 7:10 ആയപ്പോഴാണ് മുബീൻ സാറിന്റെ സ്ക്രീനിൽ വന്നത്. 9:36 വരെയുള്ള സമയം 2.5 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചു. 2.5 മണിക്കൂറിൽ 1 സെക്കൻഡ് പോലും നമുക്ക് എടുത്തു കളയാനില്ല, 1 സെക്കൻഡ് പോലും ബോറടി ആയിട്ട് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഒരു ഓൺലൈനിൽ മുബീൻ സാർ സംസാരിക്കുന്ന ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് എന്നുള്ളത് നമുക്കറിയാം. പൈസ ഉണ്ടാകുമ്പോൾ മനുഷ്യന് 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് അഹങ്കാരം, 2 എന്ന് പറഞ്ഞാൽ മടി. രണ്ടും മനുഷ്യന്റെ സ്വതസിദ്ധമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും ഇല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈനെ കാണണം. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് അദ്ദേഹം ഒരു വലിയൊരു ക്യാൻവാസിൽ വരച്ച് നമ്മളെ കാണിച്ചു. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നമ്മൾ സംസാരിച്ച് അദ്ദേഹം ചെയ്ത ബിസിനസ്സിൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങൾ, എന്തിനൊരു ബിസിനസ് തുടങ്ങി, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക, ആൾക്കാരെ കാണുക, എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് ചെയ്യുക, ഒരു 10 മണിക്കൂറെങ്കിലും ഫീൽഡിൽ നിൽക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെ നമുക്ക് യുണൈറ്റഡ് ആയിട്ടിരിക്കണം, ഒരുമിച്ച് നമ്മൾ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടായിരുന്നു കഥ മുഴുവൻ മാറിയത്. അദ്ദേഹം സെഷൻ നിർത്താൻ പോവാണെന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ US വീടും അതുപോലെ തന്നെ ആ വീടിന്റെ ചുറ്റുപാടുകളും ഒക്കെ കണ്ടപ്പോ നമുക്ക് ഈ ഗൂസ് ബംസ് എന്ന് പറയത്തില്ലേ, നമ്മൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നവരില്ലേ, അതൊന്നും പറഞ്ഞാൽ ഒന്നും ആകത്തില്ല. ശരിക്കും പറഞ്ഞാല് ഞാൻ അതിന്റെ ഈ സെഷൻ ഇടയ്ക്ക് തന്നെ ഓഫീസിൽ പോകേണ്ട സിറ്റുവേഷൻ വന്നതാണ്. അയാൾ പോയി. ഞങ്ങൾ വൈകുന്നേരം 5 മണി 5:30 ആയപ്പോഴാണ് കാണുന്നത്. 5:30 ആയപ്പം ഞങ്ങൾ തമ്മിൽ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ അതേ എക്സൈറ്റ്മെന്റ്, ഇത് തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ബിസി ആയിപ്പോയി. അതേ എക്സൈറ്റ്മെന്റിൽ നമുക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, ഞങ്ങൾ ഇന്ന് ITC റാങ്കിൽ എമറാൾഡ് റാങ്കിൽ നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങളൊന്നും അല്ല, ഞങ്ങൾക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഒറ്റ സെഷൻ കൊണ്ട് അദ്ദേഹം കാണിച്ചു. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാര്യം, ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാകണം. നമ്മൾ പലപ്പോഴും അറിയാം, അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ ബിസിനസ് വലിയ ബിസിനസ് ആണെന്ന്, ഇതിന്റെ സാധ്യതകൾ ഉണ്ടെന്നും അറിയാം. പക്ഷെ നമ്മൾ ഇതുപോലത്തെ സെഷനുകളും ഇതുപോലൊക്കെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പള്ളിയിൽ പോയി ധ്യാനം കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ. കാരണം ഒറ്റ സെഷൻ കൊണ്ട് ഇന്നത് അറ്റൻഡ് ചെയ്യാതിരുന്ന എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ വലിയ നഷ്ടമായിരുന്നു. പല ആൾക്കാരും പല കാരണം കൊണ്ടായിരിക്കും അറ്റൻഡ് ചെയ്യാതിരിക്കുക.
ചില ആൾക്കാർക്ക് 350 രൂപ ഇല്ലാത്തതുകൊണ്ട്, ചില ആൾക്കാർക്ക് 350 രൂപ മുടക്കാൻ പറ്റാത്തതുകൊണ്ട്, ചില ആൾക്കാർക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട്, ചില ആൾക്കാർ ഇത് എന്തിനാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ സെഷന് മാത്രം നമ്മൾ വാലിടുവാണെങ്കിൽ ഞാനൊരു 35,000 രൂപ 3,50,000 ഇട്ടാലും അതൊന്നും ഒരു നഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അറ്റൻഡ് ചെയ്ത് ഓരോരുത്തരും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും, എനിക്ക് പ്രൂവ് ചെയ്ത് തരാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാവുന്ന ഒരാള്. നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവും. നേരിട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞു കേട്ടെങ്കിലും മുബീൻ മുഹമ്മദ് എന്നൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ലെവൽ അത് നിങ്ങൾ ആലോചിക്കുക. അത് അറ്റൻഡ് ചെയ്ത സീനിയർ ലീഡേഴ്സിൽ ഒരു 70% ലീഡേഴ്സിന്റെ അദ്ദേഹം പേരെടുത്ത് വിളിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേരളത്തിലിരുന്ന് ഈ ബിസിനസ് ചെയ്യുന്ന ഒരാളെക്കാളും ആവേശത്തിലാണ് US ഇരുന്ന് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഞാനും ലതയും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, 9 മാസമായിട്ട് ഈ ബിസിനസ്സിൽ അദ്ദേഹം ഇല്ല. ബിസിനസിനകത്ത് ഇന്ത്യയിൽ കാല് കുത്തിയിട്ടില്ല. 9 മാസമായി ഇന്ത്യയിൽ നിന്ന് പോയിട്ട്. കഴിഞ്ഞ 9 മാസവും അദ്ദേഹത്തിന്റെ വരുമാനം കാണിച്ചു. എല്ലാ മാസവും അദ്ദേഹത്തിന് 60 ലക്ഷം 80 ലക്ഷം 1 കോടി രൂപയുടെ വരുമാനമാണ് കിട്ടുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിൽ പലരും ഈ ബിസിനസ് ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് സമയമില്ല, എനിക്ക് ഇതില്ല, എനിക്ക് ആളില്ല, എന്റെ വീട്ടില് എന്താ പറയുന്നത്, എനിക്ക് ഇറങ്ങാനായിട്ടുള്ള സാഹചര്യം ഇല്ല, പൈസ ഇല്ല. ഇങ്ങനെ നമ്മളെ തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കിയാല്, നിങ്ങളുടെ പൈസ ഇല്ല, സാഹചര്യങ്ങളില്ല, അതില്ല, വീട്ടിൽ സമ്മതിക്കുന്നില്ല, നാട്ടുകാർ സമ്മതിക്കുന്നില്ല, കൊച്ചുണ്ട്, വലുതുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹം അതിനെ ഏറ്റവും വലിയൊരു ക്യാൻവാസിലേക്ക് അങ്ങ് വരച്ചു ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യണം തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എവിടുന്ന് അദ്ദേഹത്തിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം? അതൊരു സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹം കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് അദ്ദേഹം US-ലെത്തി. വേറൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരണം അതിന് പറ്റിയ എനർജിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ചേരണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിന് പറ്റിയൊരു എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതിന് പറ്റിയൊരു കൂട്ടിൽ നമ്മൾ ചെന്ന് പെടുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളെക്കാളും മോശം ചിന്താഗതിയുള്ള, നമ്മളെക്കാളും മോശം ചുറ്റുപാടുള്ള, ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ജോലിയിലോ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മളെക്കാളും ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടണം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഇറങ്ങാനിരിക്കുക. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളും ഒരു പ്രശ്നവും തീർന്നിട്ട് എങ്ങും ഇറങ്ങിയിട്ടില്ല. ഒരാളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾ ഒരു പ്രശ്നവും തീർന്നിട്ട്, എല്ലാ പ്രശ്നവും തീർന്നിട്ട് ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ടില്ല. ഞാനിവിടെ കാണുന്ന പല ആൾക്കാരെയും പ്രശ്നം വെച്ചാല് എനിക്ക് സമയമില്ല, ചെറുതിയാണ്, സമയത്തില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ ഒന്നുമല്ല എന്നൊരു സിറ്റുവേഷൻ ആണ്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംഘർഷം, ഈ ബിസിനസ് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 23 വർഷം മുമ്പ് വരുമ്പോൾ നല്ലൊരു ജോലിയുണ്ട്, ആ ജോലിയെ തുടർന്ന് പോരെ ഈ ബിസിനസ് വരണമെന്നുള്ളതായിരുന്നു. പക്ഷെ 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ എൻജോയ് ചെയ്ത കാര്യങ്ങള്, ഞാനൊരു ജോലി ചെയ്താൽ ഒരുപക്ഷെ എന്റെ 10% പോലും ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അത്രയും ഞാൻ മുബീൻ സാറുമായിട്ട് കമ്പയർ ചെയ്താല് ഞാൻ -1ഉം അദ്ദേഹം +1500 ആണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ എങ്ങും എത്തിയിട്ടുള്ളൂ ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നമുക്ക് പലതും മുബീൻ സാറിനെ പോലെ 9 മാസം ഇന്ത്യയിൽ നിന്ന് ഒരു ആക്ടിവിറ്റി പോലും ചെയ്യാതെ ഒരാളെ ഇപ്പൊ ഇതുപോലത്തെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും, ഒരു ബേസിക് ആക്ടിവിറ്റി പോലും ചെയ്യാതെ 80 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്, നിങ്ങൾ 80 ലക്ഷം വേണ്ട 80,000 രൂപ ഒരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് എന്നെ കാണിച്ച, എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ബിസിനസ് എന്തോ, ഇതിന്റെ സാധ്യത എന്താണെന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, വളരെ സീരിയസ് ആയിട്ട് ബിസിനസിനെ കാണേണ്ട സമയമാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല, വെറുതെ കൃപ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെറുതെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ സാറേ എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മളാരും അങ്ങനെ പറയേണ്ട ആൾക്കാരല്ല, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ മാത്രമേ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പല ആൾക്കാരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നമാണ്. ഇപ്പൊ ഹിന്ദുക്കളാണ്, നാളെ 10ാം തീയതി, 10ാം തീയതിന് നമ്മള് അമ്പലത്തിൽ പോയി കാവടി എടുത്താൽ എന്തോ ഗുണം കിട്ടും. പണിയെടുക്കാതെ അമ്പലത്തിൽ പോയി കാവടി എടുത്താൽ ദൈവം തന്നെ ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവിടെ വന്നിരിക്കുക, എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നതാണ് ഞാൻ, ഇവന് വേറെ പണിയില്ല. പക്ഷെ നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ സാധനം തരുന്നത്. അമ്പലത്തിൽ പോകണമെന്നോ പള്ളിയിൽ പോകണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, പോകേണ്ടവരൊക്കെ പൊക്കോ, ഞാനും പോകുന്നുണ്ട്. പക്ഷെ അതല്ല, പ്രവൃത്തികൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാതെ വെറുതെ പ്രാർത്ഥന കൊണ്ടോ വെറുതെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. മുബീൻ സാറിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഒരു കരിഷ്മ, അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ്, മുബീൻ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സാമീപ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും. കാരണം ഞാനും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത്
എനിക്ക് ഒറ്റ കാര്യം എന്നെ മനസ്സിലുള്ളൂ, ഞാൻ വേറെ കുറെ കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് ഇരിക്കുന്നത്. വേറെ കുറെ പറഞ്ഞാല് കുറച്ചധികം തീരുമാനങ്ങൾ. എനിക്കിത് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സെഷൻ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതായത് കുറെ അധികം കാര്യങ്ങൾ ഞാൻ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് സക്സസ് ബറി എന്നുള്ള ഓർഗനൈസേഷനെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് വളർത്താം, കുറെ കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമീപ്യം എപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. സാമീപ്യം എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ. ഒരു ഫോൺ കോൾ അകലെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഇതുപോലെ 40 മിനിറ്റോളം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വിഷുവിന്റെ അന്ന് അദ്ദേഹം ഓർത്ത് എന്നെ വിളിച്ചിരുന്നു. ഈ പെരുന്നാളിനന്ന് ഞാൻ ലതയും അദ്ദേഹം ഫാമിലിയോട് സംസാരിച്ചിരുന്നു. ഞങ്ങളിങ്ങനെ എല്ലാ ഈസ്റ്ററിലാണ് ഞങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ബിസിനസ്സുമായിട്ട് അപ്പൊ അത് മുഴുവൻ പേഴ്സണൽ ടോക്കുകളാണ്. അപ്പൊ ഏതെങ്കിലും 1-2 സെന്റൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബിസിനസ്സിൽ ഒരു സെഷൻ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ശരിയാവും. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇനിയെങ്കിലും ഈ ബിസിനസ്സിനകത്തൊരു സെഷൻ പോലും നിങ്ങൾ മിസ്സാക്കരുത്. ഒരുപക്ഷെ നമുക്കറിയാം, മുബീൻ സാറിന്റെ സ്റ്റോറി ഇവിടെ അറിയാത്ത ആരും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അദ്ദേഹം പക്ഷെ ഇന്നത് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നൊരു ഏറ്റവും കുറഞ്ഞ 100 കൂടുതൽ പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്റ്റോറി പല സ്ലൈഡുകളും കണ്ടിട്ടുണ്ട്. അത് ചില സ്ലൈഡ് ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. പക്ഷെ ഇന്നത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു വലിയൊരു മാറ്റം എന്ന് വെച്ചാല്, ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും, ഇപ്പോഴൊന്നും ചെയ്യുന്ന ഒന്നും അല്ല. തിരക്കേടില്ലാത്ത വരുമാന ബിസിനസ് ചെയ്യുന്ന എനിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. തിരക്കേടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരും അറിയിക്കാവും, നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് നാളുകളുടെ എന്റെ അതിനകത്ത് കുറച്ചധികം സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്. എന്റെ ഒരു ഡ്രീം പ്രൊജക്ടിന്റെ തുടക്കമാണ്, ആയിട്ടില്ല, തുടക്കം മാത്രമാണ്. പക്ഷെ എന്നാൽ കൂടെ മൈ ലൈഫ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം എനിക്ക് എഴുതി വെച്ച 28 സ്വപ്നങ്ങൾ, 28 ഗോൾസ് ഉണ്ട്. അതിനകത്തൊരു 6 എണ്ണം ഇതുവരെ ആയി. 7ാമത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലുതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതിനേക്കാളും വലിയ ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാനിത് പറയാനുള്ള കാര്യം, എനിക്കറിയാം, കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, എന്റെ ക്യാൻവാസ് വലുതാക്കേണ്ട സമയമായി. എന്തുകൊണ്ടെന്ന് മുബീൻ സാർ അത് എന്നോട് സംസാരിച്ചപ്പോൾ ഒരു 45 മിനിറ്റോളം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, മനോട്ടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് US വന്നുകൂടാ? ഞാൻ പറഞ്ഞു എപ്പോ വരണം? അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഒരു 3 വർഷത്തെ സമയം. നിങ്ങൾ കേരളത്തില് ശരിക്കും നിൽക്കേണ്ട ആളല്ല. നിങ്ങളൊരു 3 വർഷത്തെ സമയം US വാ. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ ഒറ്റയ്ക്കല്ല, നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു മുമ്പിൽ എഴുതി വെച്ചോ, ഞാൻ ഉണ്ടാവും. ഞാനത് പറയാനുള്ള കാര്യം വെച്ചാല്, ഇങ്ങനത്തെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന സെഷനുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ എക്സൈറ്റഡ് ആകാറുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളെ നയിക്കുന്ന നമ്മളെ മെന്റർ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വേറൊരു ലെവലാണ്. ഇന്ന് അദ്ദേഹം പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. പല STC അല്ലാത്തവരും ഒക്കെ തന്നെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ അവരുടെ ഗോൾസ് അവർ ഡിക്ലെയർ ചെയ്തു. ആ ഗോൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് കാണിച്ചത് ആ ഒരു ഇതിനെ ഞാൻ പ്രത്യേകിച്ചും ഇന്നൊരു ഒരു STC അല്ലാത്ത ആൾക്കാർ 2-3 പേര് ചെയ്തിരുന്നു. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയെന്ന് വെച്ചാൽ, മുബീൻ സാറിന്റെ സെഷനെ കുറിച്ച് വിശകലനം ചെയ്യാനല്ല. സെഷൻ കഴിഞ്ഞു, നമ്മളെല്ലാം തീരുമാനം എടുത്തു. അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷമെങ്കിലും പുറകോട്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. അതിനുവേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുക. നിങ്ങൾ എല്ലാവരും തന്നെ സീരിയസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. TC ആൻഡ് അബോവ് ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. TC ആൻഡ് അബോവ് ആൾക്കാരായിട്ടുള്ള ആൾക്കാരല്ല, TCയുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ബേസിക്സിലേക്ക് എങ്ങനെ തിരിയാം. കാരണം നമ്മളുടേതായിട്ടുള്ള ഒരു തീരുമാനം. ഇന്നൊരു കപ്പിൾ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ടീമിലുള്ളത്, നമ്മൾ കാറ് മാറാൻ പോവാം. ഇതിങ്ങനെ എന്നിട്ട് കാര്യമില്ല. ഇലക്ട്രിക് കാറ് ഒരു 100 രൂപ ഒരു ദിവസം ചെലവഴിക്കുന്ന 100 കിലോമീറ്റർ ഓടാൻ 100 കിലോമീറ്റർ 1 രൂപ മാത്രമേ ചെലവുള്ളൂ. ഞാൻ ഒരു ദിവസം 100-150 കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരുടെ ഒരു ശക്തമായ തീരുമാനം എടുക്കുവാണ്. അതിന് കാറ് ഞങ്ങൾ ഇലക്ട്രിക് കാറാണ്. സാർ ഒരു നല്ല കാറ് സജസ്റ്റ് ചെയ്ത് തരാൻ, ടാറ്റയുടെ ഏത് കാറായിരിക്കും നല്ലതെന്നുള്ളത് പറയാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. വേറൊന്നുമല്ല, ഞാനും ഈ വണ്ടി മാറുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ആ ലെവലിൽ ഓടാനായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്ന സമയം തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം നാളെ വരണമെങ്കിൽ ഇന്ന് പണിയെടുക്കും. അദ്ദേഹം ഇന്നിപ്പോ ഞാൻ ഷോയബിനോട് വെച്ച് വെറുതെ അല്ല, ഞാൻ ഇസ്മയിലിനോടോ അൽത്താഫിനോടോ അതുപോലെ കുറച്ച് ലീഡേഴ്സിനോട് സംസാരിച്ച് വെറുതെ അല്ല. ഞാൻ ഒറ്റക്കാര്യം അവരോട് ആവശ്യപ്പെട്ടുള്ളൂ, അടുത്ത 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, അടുത്ത 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കും. മുബീൻ സാറിന് എവിടെയൊക്കെ വീടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് ഒന്നൊരു ഫോട്ടോസ് അയച്ചു തന്നു. വെലോസിറ്റി പ്ലാസ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കാക്കനാട് തന്നെ ഒരു പഴയൊരു അസറ്റാണ് അദ്ദേഹത്തിന്റെ. അതിന്റെ ഇന്നത്തെ രൂപ എന്നെ കാണിച്ചു തന്നു. അദ്ദേഹം US ഇരുന്നിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അദ്ദേഹം അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ. അപ്പൊ ഞാനൊരു പിക്കപ്പ് സെന്റർ നടത്തുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, മനോട്ട ഞാനൊരു പിക്കപ്പ് സെന്റർ എറണാകുളത്ത് തുടങ്ങിയാലെന്ന് ആലോചിക്കുക, എനിക്ക് 2 സ്റ്റാഫ് വെറുതെ ഇരിപ്പുണ്ട്, പിക്കപ്പ് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്ന ലെവല് എപ്പോഴും ചെറുതായതുകൊണ്ടും നമ്മളുടെ സ്വപ്നങ്ങളിലോ നമ്മുടെ ചിന്തകളിലോ നമ്മുടെ കഴിവുകളിലോ നമുക്ക് വിശ്വാസം കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങും പോകാത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ പൈസ ഒരു പ്രശ്നമല്ല, സമയം ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളൊരു തീരുമാനം എടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ദിവസവും കുറച്ചധികം സമയം ബിസിനസ് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള തീരുമാനം എടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് സമയം ഞാൻ ഈ ബിസിനസ് വേണ്ടി മാറ്റി വെക്കും. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല ഞാൻ ഈ പറയുന്നത്, ഒരു 10 മണിക്കൂറെങ്കിലും ഞാൻ ഈ ബിസിനസ് വേണ്ടി മാറ്റി വെക്കും എന്നൊരു ഉറച്ച തീരുമാനം. കാരണം നിങ്ങൾ ഈ ബിസിനസിന് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ വിശാലമായിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ, ഞാൻ എന്റെ ഇപ്പൊ ഞാൻ മുബീൻ സാറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ബിസിനസ് ഒന്നും അല്ല എന്ന് എനിക്ക് 100% പറയാം. കാരണം 2500 കോടി രൂപയുടെ ബിസിനസ് ആണ് അദ്ദേഹം ചെയ്തത്. ഇന്ത്യയിലെ ഒരു വലിയ കമ്പനി, കേരളത്തിലെ എന്ന് നോക്കുവാണെങ്കിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ ചെയ്യുന്ന അതേ ബിസിനസ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത, ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയാം, നരകത്തിലോട്ട് പോകാൻ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്ന് മാത്രം ആലോചിക്കുന്ന ആൾക്കാരെ കണ്ടോണ്ടിരുന്നാൽ എങ്ങും എത്തിയല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മനോഹട്ടൻ ചെയ്യേണ്ട ഒരു കാര്യം, മനോഹട്ടൻ ജീവിതത്തിലെ ഏറ്റവും സ്വപ്നങ്ങളുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം, അവരിലേക്ക് എത്തിച്ചേരണം. ഈ സക്സസ് വരയിലുള്ള പല ആൾക്കാരും ആ ലെവലിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ പുതിയൊരു കൂട്ടം ആൾക്കാരെ കണ്ടുപിടിക്കണം. അല്ലാതെ നിനക്ക് സ്വപ്നമുണ്ടോ എന്ന് ചോദിച്ച് നടക്കാൻ കുറെ നേരം നടന്നിട്ട് എന്നിട്ടും സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ നിങ്ങൾ മറന്നു കളാം. കാരണം അവര് നമ്മളെ എങ്ങും എത്തിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതവും കളയും, അവരുടെ ജീവിതവും. അത് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഒരു വലിയ ക്യാൻവാസിൽ ചിന്തിക്കുക, എനിക്ക് ചെയ്യണം. ആ വാശിയോട് കൂടി, എപ്പോഴും ജീവിതത്തിൽ വാശി ഉണ്ടാകുമ്പോഴേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഒരു മാസം 80 ലക്ഷമോ 90 ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോൾ മനുഷ്യന് സാധാരണ മടിയുണ്ടെങ്കിൽ മുബീൻ മുഹമ്മദ് എന്നുള്ള വ്യക്തിക്ക് ഉണ്ടായത് വാശിയാണ്. അത് എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ആ വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എവിടെയെങ്കിലും എത്തുള്ളൂ. ഞങ്ങൾ സക്സസ് പറയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ എത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. എന്റെ അപ്പലേന്റെ കൂടെ ആവശ്യമില്ല, അവരെന്നെ വിളിക്കട്ടെ, അവർ ചെയ്യട്ടെ, അവർ നന്നാവാണ്, ഞാൻ നന്നാകാം, ഇങ്ങനെ പറയുന്നതിന് പകരം ഞാൻ അങ്ങ് ഇറങ്ങാൻ പോവാണ്. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കും, ഞാൻ ഇറങ്ങും. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സഹായവും എങ്ങൊന്നും ഉണ്ടായിരുന്നു. വിനോദ് പോലെ ഒന്ന് ബിസിനസ്സിൽ, എന്റെ ബ്രദർ അന്ന് ബിസിനസ്സിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് എന്റെ തീരുമാനം ഉറച്ചതായതുകൊണ്ടും എന്റെ ലക്ഷ്യം വളരെ വലുതായിരുന്നുകൊണ്ടും എന്റെ കൂടെ ആൾക്കാർ വന്നു ചേരും. അല്ല, ഞാൻ തേടിപ്പോയതിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്റെ അടുത്ത് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നമ്മൾ ആൾക്കാരെ തേടി പോകുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലക്ഷ്യം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു കുറച്ചധികം സമയം ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കണം. നമ്മൾ എന്തെങ്കിലും കാണിച്ച് ബിസിനസ്സിനകത്ത് രാവിലെ ഇറങ്ങി ഒരു ഫോട്ടോ ഇടാൻ വേണ്ടി ബിസിനസ് ചെയ്ത് പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോ, ഞാൻ എന്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഫോട്ടോ ഒന്നും ഇടാറില്ല സാധാരണ. വളരെ അപൂർവം എന്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഇട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഇടണം. നിങ്ങൾ ഇടുന്നതാണ് നമുക്ക് സന്തോഷം. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മറ്റൊരാൾക്കൊരു പ്രചോദനമായിട്ട് മാറും. പക്ഷെ ആ വർക്ക് ചെയ്യുന്നത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഏതോ നോമ്പ് കാലത്ത് ഒരു പള്ളിയിൽ അദ്ദേഹം എല്ലാ ദിവസവും പോകുമായിരുന്നു. ആ സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ആദ്യത്തെ സ്ലൈഡ് അദ്ദേഹം കാണിച്ചു തന്നെ ഇതാണ്: പ്രൊഡക്ഷൻ, റിസൾട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോളജ്, ആക്ഷൻ, റിസൾട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, ഈ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. കാരണം ജീവിതം വളരെ വളരെ അധികം എൻജോയ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തില് അതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ ത്രില്ലിംഗ് ആണ്. നമുക്ക് ശരിക്കും ഇപ്പൊ മുബീൻ സാറിന്റെ അത് നമ്മൾ മാറ്റി വെച്ചാൽ, സാധാരണ ഒരു വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വെൽ അബോവ് ലൈഫ് സ്റ്റൈലും വെൽ അബോവ് അസറ്റും ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഇല്ലാതൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര വലുത് അല്ലെങ്കിൽ കൂടെ ഒരു ആവറേജ് ഫാമിലിയുടെ വെൽ അബോവ് ആവറേജ് ഫാമിലി, അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ഫാമിലിയുടെ അത്രയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ 10-25 വർഷം കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഒരു 4 വർഷം ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ആരും ഇല്ലാതെ ഈ ഒരു വീട്ടില് ജതയും മോളും മാത്രമായിരുന്നു. ജോലി ഉണ്ടായിരുന്നു, മോള് പഠിക്കുന്നുണ്ടായിരുന്നു, മോൻ 10ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവളെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ക്രിയേറ്റ് ചെയ്താണ്. പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യം, ഞങ്ങളെക്കാളും ആവശ്യമുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. വളരെയധികം ആവശ്യമാണ്, എനിക്കത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ മാത്രം അതെല്ലാം നേരെയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ആദ്യം മനസ്സിലാകട്ടെ, ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമുക്ക് വേണോ വേണ്ടയോ, വേണ്ടാന്നൊരു തീരുമാനമാണ് നിങ്ങളുടെ മണ്ണിലുണ്ടെങ്കിൽ, ശക്തമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവാ. വേണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്ലൈൻ്റെ അടുത്ത് പോയി ഇരിക്കുക. ആ തീരുമാനം അപ്ലൈൻ പറയുന്ന പോലെ ചെയ്യുക. ഒരാൾ പറയുന്നത് കേട്ട് ചെയ്താൽ മാത്രമേ ബിസിനസ് എവിടെയെങ്കിലും എത്തുള്ളൂ. നമ്മൾ ആരും, ഞാൻ എന്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിൽ ഇപ്പം ഷുഹൈബ് പറഞ്ഞ പോലെ മനോജ് സാറ് കൃത്യസമയത്ത് കൃത്യകാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ എക്സ്പേർട്ടാന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യം എന്റെ മെന്ററുടെ ഗുണമാണ്, മുബീൻ സാറിന്റെ ഗുണമാണ്. ഞാൻ അദ്ദേഹമായിട്ട് എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ അപൂർവമാണ്. പക്ഷെ ചില സമയത്ത് ഇന്ന് 45 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ച് മുഴുവൻ ബിസിനസ്സും ഫ്യൂച്ചറും ഞാൻ എന്ത് ചെയ്യണം സ്ട്രക്ചർ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമാണ്. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന വേറെ കുറെ കാര്യങ്ങളിലാണ്. ആ കാര്യങ്ങൾക്കിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹം ഞാൻ പറയും, അല്ലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നോട് പറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷെ എനിക്ക് ശക്തമായ ചില നിർദ്ദേശങ്ങളുണ്ടാവും പല കാര്യങ്ങളും. ഇപ്പൊ ഇന്ന് ഞങ്ങൾ സംസാരിച്ച ഒരു പ്രധാന കാര്യം, എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുണ്ട്, മനോട്ട ബെറിയുടെ എന്നത്തേക്ക് നടക്കും? കാരണം ഇന്ന് എനിക്ക് 6 മാസം മുമ്പ് പ്ലാൻ ചെയ്താൽ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നവംബറിലായിരിക്കും മിക്കവാറും നടക്കുക. ഓക്കെ, ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ അതിന്റെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്യാം. ഡേറ്റ് ഓൾറെഡി മനസ്സിലുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങൾ കൺഫേം ഉണ്ട്. ഞങ്ങൾ RTP നടത്തുന്നുണ്ട്. RTP കഴിയുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ യൂത്ത്ഫുൾനെസ് ആണ്. യൂത്ത്ഫുൾനെസ് എന്നുള്ളതാണ് നമ്മുടെ ടീം. ഏറ്റവും നല്ല ടീമാണ്. ഇന്ന് ഡയറക്ട്സ് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് വിടാൻ പറ്റിയ ഒരു ടീമാണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ശരിയായ രീതിയിലാണ്. കാരണം ഇപ്പോഴും ഞാൻ പറയാം, ഞാനൊരു കാര്യം മുബീൻ സാറോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞ രണ്ടാമത് ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഈവൻ സക്സസ് ബറിയിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് മുബീൻ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രീഡം ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം. അത് മുബീൻ സാർ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് വന്നാണ്. ഒരു ദിവസം മുബീൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, മനേട്ടാ അങ്ങനെ ഒരു സാധനം ഇപ്പൊ നമുക്ക് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കാരണം ഞാൻ എന്തിനാന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഞങ്ങള് ഇന്ന് പല ആൾക്കാരും PC ആകുമ്പോ തന്നെ 3ാമത്തെ ലെഗ് ഇടുക, അങ്ങനെ ഭയങ്കര കലാപരിപാടികളാണ്. പക്ഷെ എന്നോടും വിനോദിനോട് അദ്ദേഹം വിനോദിനോടും പറഞ്ഞു വെച്ചാല്, നിങ്ങൾ CTC എങ്കിലും ആകാതെ 3ാമത്തെ ലെഗിന്റെ പുറകെ പോകണ്ട. നിങ്ങൾക്ക് കുറച്ചാൾ വരുമാനം കിട്ടും, പിന്നെ അത് വലിയ പ്രശ്നമാകും. ഞങ്ങൾ CTC ആയിട്ടാണ് 3ാമത്തെ ലെഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ CTC ആയത് എപ്പോഴാണെന്നറിയാം? 2 വർഷം. 3ാമത്തെ ലെഗ് ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, 3ാമത്തെ ലെഗ് നിങ്ങൾ അന്ന് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ ITC ആവില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് അതായിരിക്കും ലാഭം എന്ന് പറഞ്ഞ് പോകും. പല ആൾക്കാരെയും പ്രശ്നം ഇതാണ്, ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി വർക്ക് ചെയ്യാം. ഈ നിങ്ങളോട് പറയുന്ന അങ്ങനെ പല കാര്യങ്ങളും. നമുക്ക് ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഇപ്പോഴും എന്നെ ഇപ്പൊ നിങ്ങൾ ലതയോട് ചോദിച്ചാലും പറയാം, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത്, വഴപ്പെടുന്ന സമയത്ത് ഞാൻ മുബീനെ ഒന്ന് വിളിച്ചു പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആകെ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ബഹുമാനം, നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ്. അതിന് യാതൊരു കാരണം ഞാൻ എന്റെ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കണേ, അല്ലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കണമെങ്കിൽ എന്നെക്കാളും ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഗൈഡ് ചെയ്യണം. എന്നെക്കാളും എവിടെ നിൽക്കുന്നത് നിങ്ങൾ ഇന്ന് കണ്ടതാണ് അല്ലെ. ഇത് നിങ്ങളുടെ ടീമിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അവരുടെ കഴിവൊന്നും അല്ല നമ്മളെ, അവരുടെ ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത്. അവരുടെ ആക്ടിവിറ്റീസ് ആണ് നമ്മളെ സ്വാധീനിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പലപ്പോഴും ക്രോസ് ലൈനിൽ നിന്നോ അല്ലെ നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലാത്ത ആൾക്കാരിൽ നിന്നോ നമ്മുടെ അത്രയും ചിന്താഗതിയില്ല ആൾക്കാരുടെ നിന്നോ നമ്മളെ സ്വാധീനിക്കാൻ പോയാൽ നമ്മളൊന്നും എത്തിച്ചേരിയല്ല. ഇപ്പൊ എന്റെ ആഗ്രഹം മുബീൻ സാറ് ഒരു എയർക്രാഫ്റ്റ് മേടിക്കുമ്പോൾ ഒരു ഹെലികോപ്റ്ററെങ്കിലും നമ്മൾ മേടിക്കണം. കാരണം എയർക്രാഫ്റ്റ് മേടിക്കാന്നുള്ള ഡ്രീം ഇട്ട് കൊടുത്തത് ഞാനാണ്. ഇന്ന് അദ്ദേഹം നടത്തുന്ന ക്യാരവൻ എന്നുള്ള ഡ്രീം ഇട്ട് കൊടുത്തത് ഞാനാണ്. ഞങ്ങള് കോവിഡിന്റെ സമയത്ത് 3 ദിവസം ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയി തിരുവനന്തപുരത്ത് അടുത്തൊരു ഹോസ്പിറ്റലിൽ. 3 ദിവസം ഞങ്ങളൊരു അപ്പുറത്തും ബെഡിലാണ് കിടന്ന് 3 ദിവസം ഫുൾ 3 ദിവസം 4 ദിവസം 3 നൈറ്റ് ഉണ്ടായിരുന്നു. രാത്രി 2 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ പുൽത്തകടിയിൽ ആകാശത്തേക്ക് നോക്കി കിടന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ എനിക്ക് ഓർമ്മ. ആ സമയത്ത് ഞാൻ ചുമ്മാ ചോദിച്ചൊരു കാര്യമുണ്ട്, മുബീൻ, ഞാൻ അദ്ദേഹത്തിന് മുബീൻ എന്നാണ് നേരിട്ട് വിളിക്കുന്നത്, അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്, എന്നെ മനോഹേട്ടാന്നാണ്. ഞാൻ പറഞ്ഞു, മുബീൻ ഒരു ക്യാരവൻ നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടെ? അത് നല്ല ആശയമല്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. 1 മണി വരെ ആകാശത്ത് സംസാരിച്ചു. പിന്നെ ഒരു 4 മാസം 5 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചു, ഞാനിപ്പോ എവിടെ നിൽക്കുന്ന അറിയാം? ഞാൻ പറഞ്ഞില്ല, ഞാൻ നിൽക്കുന്നത് ചണ്ഡീഗഡിലാണ്. ഞാൻ ഇന്നലെ ഒരു ഭാരത് ബെൻസിന്റെ ഒരു ബസ് മേടിച്ചു, അത് മോഡിഫൈ ചെയ്യാനായിട്ട് നിൽക്കുക. ക്യാരവൻ മനോഹേട്ടൻ പറഞ്ഞില്ലേ, അത് എങ്ങനെയാ നമുക്ക് ചെയ്യേണ്ടത്? ബെഡായിട്ട് വേണോ സീറ്റായിട്ട് വേണോ? മനോഹേട്ടന്റെ അഭിപ്രായം എന്താ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്ന അദ്ദേഹത്തിന് എനിക്കുള്ള ആശയങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ പല ആൾക്കാരും നമ്മുടെ പ്രശ്നം വെച്ചാല് നമ്മളെ മനസ്സിൽ ഈഗോയാണ്. ചില ആൾക്കാരെ ഡൗൺലൈനാണ് ഗൈഡ് ചെയ്യുന്നത്. അവർക്ക് കുറച്ച് സ്മാർട്ടാന്ന് നമുക്കൊരു ധാരണയാണ്. ഡൗൺലൈൻ സ്മാർട്ട് ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെക്കാൾ സ്മാർട്ടായിട്ട് ഡൗൺലൈനാണ്, എന്നെക്കാൾ സ്മാർട്ടായിട്ട് ഡൗൺലൈൻ ഉണ്ട് സക്സസ് പറയില്ല. എനിക്ക് അവരെ സന്തോഷമാണ്, അവരെ ഭയങ്കര കെയറുമാണ്. പക്ഷെ അവര് പറയുന്നത് കേട്ട് എന്റെ ബിസിനസ് ചെയ്യാൻ ഞാൻ പോയാൽ ഞാൻ എങ്ങും എത്തിയല്ല.
എന്റെ അപ്ലൈൻ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്നെക്കാളും കൂടെ ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഞാനൊരു ഷോർട്ടായിട്ട് ലതയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതേ മൂവിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടി. വേറെ ഒന്നുമല്ല, ഇപ്പൊ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രൊജക്ട് തുടങ്ങിയെന്ന് അതിനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. കാരണം എന്റെ ജീവിതത്തില് എന്നേക്ക് എന്തുമാത്രം എന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടോ ഞാൻ വളരണമെന്ന്, ഒരുപക്ഷെ അതിനടുത്തല്ല അത്രയും ചിലപ്പോൾ ഒരുപക്ഷെ കൂടെ കൂടി ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്റെ അപ്ലൈനായിട്ടുണ്ട്. നിങ്ങൾക്കൊണ്ട് അങ്ങനെ ഒരു അപ്ലൈൻ മുബീൻ മുഹമ്മദ് എന്നുള്ള വ്യക്തി അല്ലെങ്കിലും നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള STCO RTCO NTCO ഈവൻ DTCO ഒക്കെ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരാൾ വേണം. ആ ഒരാള് പറയുന്നത് 100% കേൾക്കണം. അതിനകത്ത് വെള്ളം ചേർക്കാൻ പോകും. അതിനകത്ത് വെള്ളം ചേർത്താൽ എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് ആ വെള്ളം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാധനവും തീർക്കുന്നു. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ മെന്റർഷിപ്പിന് നമുക്ക് കുറെ ആശയങ്ങൾ വരും. ഇതിന്റെ കൂടെ അത് ചെയ്യാം, അതിന്റെ കൂടെ ഇത് ചെയ്യാം. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഡു ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് മുബീന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒരു ഫോക്കസേ ഉള്ളൂ. അദ്ദേഹം റിയൽ എസ്റ്റേറ്റിലുണ്ട്, അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ഫോക്കസ് അല്ല. റിയൽ എസ്റ്റേറ്റിന്റെ ഒരു കച്ചവടം നടക്കുന്നതിന് സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ പറയും ഒരു പ്ലാൻ കാണിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പിടിങ്ങി പോലും എത്ര കോടിയുടെ കച്ചവടമാണെന്ന് പോലും. കാരണം ഈ പ്ലാൻ കാണിക്കുന്നതുകൊണ്ടാണ് നാളെ ഈ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന പൂർത്തിയുണ്ട്. ഇവിടെ നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ കുറച്ചു കാലം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനമില്ല. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനോട് അടുത്തൊരു കാര്യം ഇവിടെ പഠിക്കും, അതിനോട് വേറൊരു കാര്യം ഇവിടെ പഠിക്കും. അവസാനം എന്താ ഉണ്ടാവുക? നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും എങ്ങും എത്താത്ത അവസ്ഥയാവും. 6 കാര്യം നമുക്കറിയാം. പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കിണർ കുഴിക്കുന്ന സമയത്ത് 21 കോൽ എന്ന് പറഞ്ഞാൽ അത്ര അളവാണ്. 21 കോല് കുത്തിയാല് താഴ്ത്താല് വെള്ളം കിട്ടുമെന്നോ, 21 അടി നോക്കുക, അല്ലെങ്കിൽ 50 അടി നോക്കുക. 50 അടി കുത്തിയാൽ ഇയാൾ എന്ത് ചെയ്തു? ഒരടിയുടെ 50 കുഴി കുഴിച്ചു. 50 അടി താത്തിയല്ലോ, 50 അടി. പക്ഷെ 50 അടി ഒരുപോലെ താഴോട്ട് പോകണമെന്ന് അയാളോട് പറഞ്ഞില്ല. ഇതേ അവസ്ഥയിലാണ്. പണിയെടുക്കുന്നുണ്ട്, പല രീതിയിലും പല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു റിസൾട്ട് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബേസിക്സിൽ തന്നെ നിൽക്കുക. കുറച്ചധികം സമയം ബിസിനസ് വേണ്ടി ചെലവഴിക്കുക. വളരെയധികം ബിസിയാണ്, ഒരു സമയം കിട്ടാത്ത വ്യക്തിയാണ്. വീട്ടിൽ ഇരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫീൽഡിൽ ഇറങ്ങാൻ പറ്റുന്ന എല്ലാവരും ഫീൽഡിൽ തന്നെ ഉണ്ടാകണം. നെവർ എവർ വെയിറ്റ് ഫോർ എനിവൺ. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ആർക്കും വേണ്ടി ഒന്നും ചെയ്യരുത്. എന്താ പറയുന്നത്, ആരെങ്കിലും നന്നായിട്ട് നിങ്ങൾ നന്നാകുന്നോണ്ട് ഇരിക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. ചെറിയ സ്വപ്നങ്ങളിൽ നിങ്ങൾ സ്റ്റക്ക് ആകരുത്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, അതിന് പറ്റിയൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ മെന്റർഷിപ്പ് വേണം. ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിക്ക്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല മെന്റർ ഉണ്ടാകും. അയാൾക്ക് ചിലപ്പോൾ ക്രോസ് ലൈനിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്കിൽ നിന്നോ ഒക്കെ ആയിരിക്കും മെന്റർമാരുണ്ടാകും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരൊറ്റ കാര്യം, നമ്മളുടെ മെന്റർ ആരാണ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മെന്റർ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റം നിങ്ങളുടെ കൂടെ ഉണ്ട്. സക്സസ് ബറി എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. സക്സസ് ബറി ഗ്ലോബൽ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരാനുള്ള ഒരു വലിയ ഒരു മാർഗം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുണ്ട്. നമ്മൾ കുറേയധികം തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തീരുമാനം, നമ്മൾ റീഗ എന്നുള്ള പ്രൊജക്ട് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു വലിയ വിപ്ലവമാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ തന്നെ ഇന്ന് തന്നെ റീഗ രജിസ്റ്റർ ചെയ്യുക. റീഗ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എക്സസൈസ് ആണ് ഇതിനകത്തല്ല, നമ്മൾ പൈസ മേടിക്കുന്ന എക്സസൈസിന് വേണ്ടി മാത്രമാണ്. കാരണം അതിന്റെ ചെലവിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ആ റീഗ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഇപ്പൊ ഇന്നത്തെ സെഷൻ റീഗ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. എന്റെ മനസ്സിൽ ആദ്യം തോന്നി എല്ലാവർക്കും വേണ്ടി കൊടുക്കാം. പക്ഷെ ഞാൻ ആലോചിച്ച ഒറ്റ കാര്യമുള്ളൂ, ഈ ബിസിനസ്സിൽ കമ്മിറ്റ്മെന്റോടുകൂടി ഹെൽത്തും വെൽനസും അതുപോലെ കമ്മിറ്റ്മെന്റും എല്ലാം ഉള്ള ഒരാൾക്ക് ഒരു കൂട്ടം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇന്ന് അദ്ദേഹം രണ്ടാമത് വിളിച്ചപ്പോൾ മുബീൻ സാറിനോട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് എന്തെങ്കിലും മാറ്റം വരുന്നത്? അദ്ദേഹം പറഞ്ഞു, വേണ്ട വനേട്ടാ, നിങ്ങൾ പറഞ്ഞത് ശരി. കാരണം കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു വെൽനസിന്റെ ബിസിനസ് ആണെങ്കിൽ വെൽനസിന്റെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിന്നിട്ട് കാര്യം. ബാക്കിയുള്ളവർക്ക് റെഗുലർ സെഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യം. ഇപ്പൊ നാളെ ഞാൻ റീഇഗ്നൈറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടാണ്. പക്ഷെ ഇതുപോലത്തെ സെഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം. തന്നെയുമല്ല, നമ്മൾ സർട്ടൻ നമ്പേഴ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും മിനിമം 2 ദിവസം ഒരു ഡോക്ടറുടെ സെഷൻ, ആയുർവേദ ഡോക്ടറുടെ സെഷൻ നമ്മൾ ഉണ്ടാവും. എനിക്ക് വേണ്ടത് അതിന് സർട്ടൻ നമ്പേഴ്സ്. കാരണം
ഇതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു മിനിമം നമ്പർ ഗ്യാരണ്ടി ചെയ്യാതെ ഇതൊന്നും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ നല്ല പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതുകൂടാതെ അനുബന്ധമായിട്ട് പല എക്സസൈസ് പല 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 എക്സ്പെൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്ന പോലും ഇല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. പൈസ ഉണ്ടായിട്ടാണോ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ? അല്ല. പൈസ ഉണ്ടായിട്ടാണോ നിങ്ങൾ പെരുന്നാളിന് ഡ്രസ്സ് മേടിച്ച? അല്ല. പൈസ ഉണ്ടായിട്ടാണോ നിങ്ങൾ കൊച്ചുങ്ങളെ പല സ്ഥലത്തിട്ട് പഠിക്കാൻ പെടുന്ന? അല്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് അതേ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണണം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ മോർണിംഗ് എക്സസൈസുകളിൽ പങ്കെടുക്കാം. ഞാനതിന് ഇഫക്റ്റീവായിട്ട് ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എല്ലാ ദിവസവും നമ്മുടെ യോഗ കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് വിഷ്വലൈസേഷൻ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പറ്റിയൊരു ചാനലും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ബെറിയുടെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടാവും, ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടാവും, യാതൊരു സംശയമില്ല. ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പോയാൽ നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല. അത് നമുക്ക് കാരണം ഒറ്റയ്ക്ക് പോയാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാം, പക്ഷെ ഒരുമിച്ച് പോയാൽ വളരെ ദൂരം പോകാം. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ റീഗ എന്നുള്ള പ്രൊജക്ടിനകത്ത് ഡോക്ടർമാരുണ്ടാവും. റീഗ എന്നുള്ള പ്രൊജക്ടിനകത്ത് നമ്മള് റീഗയെ കൂടെ രജിസ്ട്രേഷനൊക്കെ കൂടുതൽ അസോസിയേഷൻ റീഗ പാർട്ണർ എന്നുള്ള രീതിയിൽ അസോസിയേഷൻ ചെയ്യാനായിട്ട്, അതായത് ഹോം ഷോപ്പ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത കാര്യം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, എല്ലാ ആൾക്കാരും വീക്കിലി ഒരു ടാർഗറ്റ് വെക്കുക. 5000 രൂപയുടെ പർച്ചേസ് എല്ലാവരും സ്വന്തമായിട്ട് ഒരാഴ്ച ചെയ്യാൻ പറ്റും. ഞാനൊരു മാസം 5000 എന്ന് പറഞ്ഞപ്പോ ഇന്ന് മുബീൻ സാർ കറക്റ്റ് ചെയ്തതിനോട് 5000 രൂപയുടെ പേഴ്സണൽ ബിസിനസ് എല്ലാ ആഴ്ചയും ചെയ്യുന്ന തീരുമാനം എല്ലാവരും. പല ആൾക്കാരും 4 ആഴ്ച കൂടുമ്പോൾ 1000 രൂപയുടെ പർച്ചേസ് ചെയ്യും, ID കട്ടാകാതിരിക്കാൻ, അല്ലെ ഇൻകം കട്ടാകാതിരിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ബിസിനസ്സിൽ കുറച്ചുകാലം കാണും. കാരണം അങ്ങനെ നോക്കി ചെയ്യുന്ന ഒരാളല്ലായിരിക്കണം. നിങ്ങൾ 5000 രൂപയുടെ ബിസിനസ് ഓരോ ആഴ്ചയും നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. 5000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാ ആഴ്ചയും ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു മാസം 5000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വിചാരിച്ച വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള പൈസ ഈ ബിസിനസ് കൂടെ റീറ്റെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കാനും സാധിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് 5000 രൂപയുടെ പർച്ചേസ് നിങ്ങൾക്കൊരു റീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുക. അദ്ദേഹത്തിന് നാട്ടിലൊരു ഡ്രൈവർ ഉണ്ട്, ഡ്രൈവറെ ഇതുവരെ പറഞ്ഞു വിട്ടില്ല മുബീൻ സാറിന്റെ. അദ്ദേഹത്തിന്റെ ഡ്രൈവറോട് അദ്ദേഹം പല സ്ഥലങ്ങളിലും കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് 100% ബോധ്യം. ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാസം 80 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന മുബീൻ മുഹമ്മദ് എന്നുള്ള വ്യക്തി ഇപ്പോഴും റീറ്റെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് എന്തുമാത്രം ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ആളില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആളില്ല എന്നുള്ള സാധനം മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റുക. ഇനി എനിക്ക് ആരെയും കാണാനില്ല, കാരണം ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം കാണേണ്ട ആളെ വരെ കണ്ടു. ഇതാണ് പല ആൾക്കാരുടെ തീരുമാനം. അവിടെയാണ് നമ്മൾ തെറ്റുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താ, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങാൻ പോകുന്നുള്ളൂ, മുബീൻ മുഹമ്മദിന്റെ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങാൻ പോകുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം നമ്മളിപ്പോ നിൽക്കുന്ന ഭൂമിയിലാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് ചൊവ്വായിലാണ്. അവിടെ നിന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ തുടങ്ങാൻ പോകുന്നുള്ളൂ. ശരിക്കും അദ്ദേഹം തുടങ്ങാൻ പോകുന്നുണ്ടാവുള്ളൂ, കാരണം ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങാൻ പോകുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന തീർന്നു ആണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രം കണ്ടോളൂ മാത്രമാണ് നിങ്ങൾ തീർന്നു നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശരിക്കും പല സ്ഥലങ്ങളിലേക്കും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുക, എല്ലാ സോഴ്സസും യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും തന്നെ GTS പ്രോഗ്രാമുകളുണ്ട്. ഇനി നിങ്ങള് GTS ഇപ്പൊ കട്ടപ്പനക്കാർക്കാണ് തൊടുപുഴ വരെ വരണമെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അത് യാത്ര ചെയ്യുന്ന നഷ്ടമാകില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയും. കാരണം നമുക്ക് കിട്ടുന്ന ബിലീഫ് വളരെ വലുതാണ്. നമുക്ക് കിട്ടുന്ന ബിലീഫ് ഇന്ന് രാവിലെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, അവർക്ക് കിട്ടിയ ബിലീഫ് വേറെ ലെവലാണ്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇതേ മുബീൻ സാറാണ് ബെറിഡേക്ക് വരാൻ പോകുന്നത്. കഴിഞ്ഞ ബെറിഡേക്ക് നിങ്ങൾ കണ്ടാണ്. അതുപോലെ ഇനിയും വേറെ ഒത്തിരി സർപ്രൈസുകൾ റീഗ സെഷൻസിനകത്ത് ഉണ്ടാവും. വേറൊരു ലീഡർ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ വരുന്നുണ്ടാവും. കേരളത്തിൽ നിന്ന് മറ്റൊരു ഡയമണ്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ജെയ്റോക്കെ ജെയിംസ്. അദ്ദേഹത്തിന്റെ സെഷൻ റീഗയിൽ കൂടി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ. എന്റെ ജീവിതത്തിൽ ഏത് ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയ ഡയറക്ട് സെല്ലിംഗിൽ കൂടിയാണ്. ഡയറക്ട് സെല്ലിംഗ് അത്രയധികം എക്സ്പോഷർ ഒരു വ്യക്തിക്ക് കൊണ്ട് തരുന്നതാണ്. നമുക്കറിയാം, നമ്മൾ തന്നെ ടീമിനകത്തുള്ള ആയിഷ എന്നുള്ള ലേഡി ആകെയുള്ള 35,000 രൂപയുടെ ഒരു മാല ഒരു വള വിറ്റിട്ടാണ് നമ്മളിവിടെ ബിസിനസ് ജോയിൻ ചെയ്തത്. ഇന്ന് ആയിഷയുടെ അസറ്റ് നിങ്ങൾ നോക്കുക, ആയിഷയെ സംബന്ധിച്ചത് വലിയ അസറ്റാണ്. ഒരു പക്ഷേ ഈ ബിസിനസ് വന്നില്ലായിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഞാൻ നിങ്ങളോട് ആയിഷയുടെ മാത്രം എക്സാമ്പിൾ അല്ല, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്നും ദാരിദ്ര്യത്തിൽ ഇരിക്കണോ, ഒരു ദിവസം രാജാവിനെ പോലെ ആകണോ എന്നുള്ളത് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ഇതൊരു ലോങ് ടൈം ബിസിനസ് ആണ്, അതിനുവേണ്ടി ചെയ്യുക. സോ വീക്കിലി നിങ്ങളുടെ ഇൻകം നിങ്ങൾ ഉറപ്പാക്കണം, വീക്കിലി കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഉറപ്പാക്കണം. ടീമിലുള്ള എല്ലാ ആൾക്കാരെയും വീക്കിലി ഒരു ആക്ടിവിറ്റി എങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഹോം മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുക.
എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് വ്യാഴാഴ്ച പ്ലാൻ ചെയ്താണ്. അത് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ഈ ആഴ്ച ചെയ്യാനുള്ള എല്ലാ പരിപാടികളും, കാരണം ഞാൻ വേറൊരു കാര്യത്തിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വീട്ടിൽ കയറാൻ പോലും പറ്റുന്നില്ല. അത് ഞാൻ എങ്ങനെയും ഈ 26-ാം തീയതിയോടുകൂടി അതിൽ നിന്ന് ഒഴിവാകണം എന്നുള്ള ഇത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഹോം മീറ്റിങ്ങിനെ കുറിച്ച് ഇൻസിസ്റ്റ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെക്കുക. നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാം, കൂടുതൽ ആവേശത്തോടെ. എനിക്ക് എല്ലാ ലീഡേഴ്സിനോട്, നിങ്ങൾ എല്ലാ ലീഡേഴ്സാണ്. സക്സസ് ബറി തുടങ്ങിയ സമയത്ത് നമ്മുടെ അടുത്ത് ഒന്നും കാണിക്കാനുണ്ടായിരുന്നു. നമുക്ക് കാണിക്കാനുണ്ടായിരുന്ന വയനാടുള്ള പ്രസാദിന്റെയോ തിരുവനന്തപുരത്തുള്ള ആരുടെയെങ്കിലുമോ അതല്ലെങ്കിൽ എറണാകുളത്തുള്ള ആൾക്കാരുടെ മുബീൻ സാറിന്റെ BMW, അന്ന് മുബീൻ സാറിന്റെ ബെൻസ് ഒന്നുമില്ല, BMW മാത്രമേ ഉള്ളൂ, പഴയൊരു BMW. ആ BMW ഒക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് അതേ ലെവലില്. പക്ഷെ അന്ന് നമുക്കുണ്ടായിരുന്ന ആവേശം. മുബീൻ സാർ വേറൊരു കാര്യം പറഞ്ഞു, ഇത് നിങ്ങൾ എന്താ, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ലെവലിൽ നിങ്ങൾ എത്തുമ്പോൾ TC, ATC, DTC, STC റാങ്കിലൊക്കെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബേസിക്കിലേക്ക് കിടക്കാൻ മടിയാണ്. അതായത് ഒരു എക്സൈറ്റ്മെന്റ് മാത്രമുള്ള ജീവിതത്തിൽ ഈ ബിസിനസ് ചെയ്ത് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ കൂടെ അവരെ കൊണ്ടാണ് നിങ്ങൾ പണിയെടുപ്പിക്കുന്നത്. അവർ ചെയ്താൽ ശരിയാകണമെന്ന് 10% പോലും ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് എവിടെ എത്താമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാകേണ്ടത് ഫീൽഡിലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ വലിയ നെറ്റ്വർക്കിലേക്കാണ്. അപ്പൊ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. അറിവ് പോരാ, തിരിച്ചറിവ് ഉണ്ടാകണം. സക്സസ് ബറിയുടെ അടുത്തൊരു വേർഷനായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ക് കൂട്ടാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കോവിഡിന്റെ സമയത്ത് അന്നത്തെ ലീഡേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞാണ് സക്സസ് ബറി വേർഷൻ 2 ആണ്. കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാവും ശരിയാവും എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളന്ന് രണ്ടാമത് കോവിഡിന്റെ സമയത്ത് ഞാൻ ആദ്യത്തെ മീറ്റിംഗ് നടത്തിയ കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്താണ്. നമ്മൾ ഒരാളുടെ വീട്ടിലാണ് മീറ്റിംഗ് നടത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ ഇല്ല, പക്ഷെ ആ ലീഡേഴ്സ് ഒക്കെ ഇന്ന് ബിസിനസ്സിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ബിസിനസ്സിൽ മാറ്റങ്ങളുണ്ടായി. പക്ഷെ അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ആൾക്കാരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തോ അല്ല മീറ്റിംഗിൽ ആൾക്കാരോട് പറഞ്ഞ് സക്സസ് ബറിയുടെ വേർഷൻ 2 ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, സക്സസ് ബറിയുടെ വേർഷൻ 3 ആണ് നമ്മൾ തുടങ്ങുന്നത്. 3rd വേവ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്ന്, റീഗയെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി ന്യൂ ജനറേഷൻ ക്ലാസിക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ബിൽഡ് ചെയ്യുക. കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അതിന് നിങ്ങൾ ആരൊക്കെ കൂടെ നിൽക്കുന്നോ നിങ്ങളുടെ ബിസിനസ് മാറ്റാനുള്ള എല്ലാ ശ്രമവും നമുക്ക് ഉണ്ടാവും. ബിസിനസ് മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടെ വിചാരിക്കാതെ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് മാറില്ല. പക്ഷെ അതിനുള്ള എല്ലാ ശ്രമവും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ചധികം ആക്ടിവിറ്റീസ് റെഗുലർ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. GTS കൂടാതെ തന്നെ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്കിലുള്ള ബെറി സ്റ്റാർ മീറ്റിംഗ് നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പൊ മലപ്പുറത്തും സെൻട്രൽ ട്രാവൻകൂറിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മാറി മാറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലീഡേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്ന മീറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ ടീമിനെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാനും അസംബിൾ ചെയ്യാനും. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ NDOയും അതുപോലെ തന്നെ TC and above ലീഡർഷിപ്പ് മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ മാക്സിമം വന്ന ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ ശരിയാക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ പല കാര്യങ്ങളും പ്രോസ്പെക്ടിങ്ങിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്താനായിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സലീൽ മാത്യൂസ് സാർ തന്നൊരു സാധനമുണ്ട്. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് പ്രോസ്പെക്ടിങ്ങും അത് വെച്ചിട്ട് ഫോളോ അപ്പും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ പറയുമ്പോൾ ഒരു ആവേശം മാത്രമല്ല, എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ ഇന്ന് മുബീൻ സാറോട് സംസാരിച്ചിട്ടുമുണ്ട്. അതിലെനിക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. എനിക്കറിയാം എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചെയ്യണമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ഒരു പുതിയ ഉണർവോട് കൂടി നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. കാരണം 2 ദിവസം മുമ്പ് തൃശ്ശൂർ പൂരമായിരുന്നു. തൃശ്ശൂർ പൂരം TV-യിൽ കണ്ട ആൾക്കാര് തൃശ്ശൂർ പൂരം ചിലപ്പോൾ എക്സൈറ്റഡ് ആയി അല്ലെ. പക്ഷെ തൃശ്ശൂർ പൂരം എന്നുള്ള കേട്ടിട്ട് മാത്രമുള്ള ആൾക്കാർ പോലും അവർക്ക് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. TV കണ്ടവൻ എന്തറിയാം? ഒന്നും അറിയില്ല. പക്ഷെ ആ പൂരത്തിന്റെ നടുക്ക് പോയി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പൂരം. അതുപോലെ പൂരത്തിന്റെ നടുക്ക് നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം. അല്ലാതെ ആ കരയ്ക്കകത്തിരുന്നോ TV-ക്കകത്തോ മൊബൈലിനകത്ത് ഇരുന്ന് കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് അവരോടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾ ഞങ്ങളോട് ഉണ്ടാകും കുറച്ച് നാള്. നെക്സ്റ്റ് ഡേകൾ പറഞ്ഞ പോലെ നിങ്ങൾ ചില ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ആള് ഞങ്ങളോട് നിൽക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു ബെൻസോ BMW മേടിക്കാൻ നിങ്ങളും കൂടെ സഹായിക്കും. അത് നിങ്ങൾ വിട്ടുപോകുമ്പോൾ നമ്മളെ ബെൻസിനെയും BMW-നെയും വീടിനെയും ഒക്കെ നിങ്ങൾ എന്റെയും കൂടെ പൈസ കൊണ്ടാണ്, എന്റെ കൂടെ അധ്വാനം കൊണ്ടാണെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പോണില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ ഈ വീട് മേടിച്ചപ്പോൾ പലരും പറഞ്ഞാട്ട് ഞങ്ങളും കൂടെ പണിയെടുത്തിട്ടാന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. കാരണം ശരിയാണ്, അവരുടെ പണിയെടുത്തിട്ടാ. അവർക്ക് എന്നെക്കാളും വലിയ വീട് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതാണ്. പക്ഷെ അവർ ചെയ്തില്ല. ഞാനത് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഈ ഒരു വേർഷൻ 3 സക്സസ് ബറിയുടെ വേർഷൻ 3-ല് നിങ്ങൾ ശക്തമായിട്ട് കൂടെ നിന്നാൽ, കാരണം ഇത് നമ്മള് റെഗുലർ ആയിട്ട്, ഇപ്പൊ എന്റെ പ്രസൻസ് ചില സ്ഥലങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മാറി കുറഞ്ഞിരുന്നു. എനിക്ക് തന്നെ അറിയാം. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് പല കാര്യങ്ങളും നമുക്ക് വെളിച്ചപ്പെടാനും കറക്റ്റ് ആകാനും സാധിച്ചു. ഇനി നമ്മളത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഞാൻ ഇന്ന് മുബീൻ സാറിന്റെ സെഷൻ ആയിരുന്നെങ്കിൽ
3 ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ അൽത്താഫുമായിട്ട് ഈ കാര്യം സംസാരിച്ചാണ്. അൽത്താഫ്, ഞാൻ ഇതാണ് ചെയ്യാൻ പോണുള്ളത്. ഇന്ന് സംസാരിച്ച് ഇന്ന് തീരുമാനിച്ചല്ല, ഇന്നത് റീ അഫേം ചെയ്തതാണ്. അതുകൊണ്ട് GTSോടൊപ്പം തന്നെ മാസത്തിൽ 1-2 മാസത്തിൽ 1 ആയിട്ട് നമ്മൾ ലീഡർഷിപ്പ് മീറ്റിംഗ് അവിടെ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ, ആൻഡ് ഇൻക്ലൂഡിങ് ചില സ്ഥലങ്ങളിൽ നമ്മൾ പണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മള് തിരൂരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മള് എവിടെ ചേളാരി ആയിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ നമ്മൾ ചില മീറ്റിങ്ങുകളൊക്കെ എന്റെയും കൂടെ സ്ഥാനത്ത് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഒരു പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേ പ്രോഗ്രാം അല്ലെ, അതിനേക്കാളും ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രോഗ്രാം എന്റെ തന്നെ നേതൃത്വത്തില് ഞാൻ 2 മാസം കൂടുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം 100% നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാം, നമ്മളുണ്ടാവും. കാരണം ബെറിഡേക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. എന്റെ ലീഡേഴ്സ് ഓരോരുത്തരും എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പൊ ആ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഞാനും നിങ്ങളും ചേർന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വലിയ നേട്ടത്തിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, ബേസിക് കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക. എന്താണ്? നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശക്തമായ വലിയ സ്വപ്നങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുബീൻ മുഹമ്മദ് എന്നുള്ള വ്യക്തിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ മനോജ് കുമാറെന്നോ അൽത്താഫെന്നോ അല്ല അതുപോലത്തെ ഏതെങ്കിലും ലീഡർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആ തീരുമാനമാണ്. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു ആൻസർ കിട്ടുന്നത്. പലരും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതും എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. അവിടുന്നാണ് അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ആ ചോദ്യം ചോദിക്കണം. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചിലപ്പം നമുക്ക് ഇതിനേക്കാളും വലിയ ഒരു കാര്യമായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെ ഒരു വലിയ പുതിയ ഇതിന്റെ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ പുതിയൊരു ഓട്ടത്തിന് നിങ്ങൾ തയ്യാറാകുക. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണുക, ഏറ്റവും വലിയ തീരുമാനം എടുക്കുക, ഏറ്റവും വലിയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, എല്ലാ ആഴ്ചയിലും ഒരു 5000 രൂപയുടെ പേഴ്സണൽ ബിസിനസ്. എല്ലാ ആഴ്ചയിലും 5000 രൂപയുടെ പേഴ്സണൽ ബിസിനസ്. ഒന്നുകിൽ നിങ്ങൾ കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുത്തോ, നിങ്ങളുടെ വീട്ടിലോട്ട് ഉപയോഗിക്കാനായിട്ടോ നിങ്ങൾ കണ്ടുപിടിക്കുക. ടീമിൽ നിന്നുള്ള ആക്റ്റീവായിട്ടുള്ള ഓരോ ആൾക്കാർക്കും ഒരു 5000 രൂപയുടെ ബിസിനസ് എങ്കിലും ചെയ്യാം. പുതിയ സ്പോൺസറിങ് നമ്മൾ റീഗ പാർട്ണർ എന്നുള്ള, റീഗ റൈഡർ എന്നുള്ള ലെവലില് 15000 രൂപ 35000 രൂപയുടെ സ്പോൺസറിംഗിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. റീഗ എന്നുള്ള പ്രൊജക്ട് രജിസ്റ്റർ ചെയ്യാം. അതാണ് 4മത്തെ കാര്യം. റീഗയിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായില്ല. രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഉണർവും നമുക്ക് കിട്ടുന്ന എനർജിയും വളരെ വലുതാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1.5 മാസമായിട്ട് ഒരു 1-2 ദിവസം ഒഴികെ ബാക്കി ഒരു ദിവസവും ഞാൻ 5 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. 5 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ എനർജി ലെവൽ ഒരു ശകലം പോലും ഡ്രോപ്പ് ആയിട്ടില്ല. ഭയങ്കര ചൂടില് പുറത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നു. സാധാരണ ഈ ചൂട് കാലത്തൊന്നും എനിക്ക് ഇത്രയൊന്നും ഇറങ്ങി പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടിനകത്ത് എനിക്ക് അത്രയധികം ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. ഞാൻ മിക്കവാറും ഈ വെയിൽ ഒട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒരു ദിവസം 2-3 ഷർട്ട് ഇടുന്ന അവസ്ഥയിലേക്കാണ്. രാവിലെ അടുത്ത് പുറത്ത് പോയിട്ട് ഒരു 2 മണിക്കൂർ നോക്കുമ്പോൾ മൊത്തം വേർത്ത് കുളിച്ച് ഐ എം ജസ്റ്റ് ഡ്രിപ്പിംഗ്, അത്രയും ലെവലിലെത്തുക. പക്ഷെ എന്റെ എനർജി ലെവൽ ഒട്ടും ശകലം പോലും പറയാതിരിക്കാനുള്ള കാര്യം, ഈ യോഗ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി ലെവൽ നമ്മുടേത് വളരെ വലുതാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇത് ഒന്നുകൂടെ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് അതിനോട് അഡീഷണൽ ആയിട്ട് ഇത് ചെയ്താൽ ഒരു നഷ്ടവും ഇല്ല. ചെയ്യാത്ത ആൾക്കാരുടെ, ഈവൻ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരോട് പോലും എനിക്ക് പറയാനുള്ളത്, കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യ്. നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആകും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആകും. നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആയില്ലെങ്കിൽ, അത് ശരിക്കും ആക്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരല്ലേ, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിർബന്ധമായിട്ടും. എനിക്ക് ഈ ടീമിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് 200 റീഗ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും മാക്സിമം റീഗയിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ബെറിഡേ എന്നുള്ള ഫോക്കസിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ബെറിഡേക്ക് വേണ്ടി ഒരു ടാർഗറ്റ് ഇടുക. ഞാൻ ബെറിഡേയിൽ ഈ ടാർഗറ്റിലായിരിക്കും അവിടെ കയറുക എന്നുള്ളത് നിങ്ങൾ അപ്ലൈൻ മെന്ററോട് കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അനൗൺസ് ചെയ്ത ആൾക്കാർ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കുക. അല്ലാത്ത എല്ലാ ആൾക്കാരും ഇന്ന് തന്നെ അല്ലെ നാളെ തന്നെ നിങ്ങൾ അപ്ലൈനുമായിട്ടിരുന്ന് ബെറിഡേക്ക് നടക്കാനായിട്ട്, ഇപ്പം ഇത് ഏപ്രിലാണ്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 7 മാസം. ആ 7 മാസം കൊണ്ട് എന്റെ ലെവൽ എന്തായിരിക്കും? ചെറിയ ഇന്ന് TC നിൽക്കുന്ന ആൾ 7 മാസം കൊണ്ട് ATC ആവുമെന്ന് പറയുന്ന ഒരു ലെവലൊന്നും അല്ല. അത് നിങ്ങളൊന്നും തിരികെ ചെറുപ്പാവും. നിങ്ങൾ TC നിൽക്കുന്ന ആള് ഞാൻ 7 മാസം കൊണ്ട് ഒരു STC ആകുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഞാൻ അത് കുറഞ്ഞ സമയം കൊണ്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആ ലെവലിൽ പിടിക്കണം, ചെറിയ ലെവലിലല്ല. ചെറിയ ലെവലിൽ നമ്മൾ ഇന്ന്
കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസിന്റെ ആളെ കണിയാൻ കഴിഞ്ഞുള്ള ചെയ്ത അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ 15,000 രൂപ പ്രീമിയം ഉള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പോളിസി വിൽക്കുന്നു, 1.5 ലക്ഷം 2 ലക്ഷം രൂപ പ്രീമിയം ഉള്ള പോളിസി വിൽക്കുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ചെറിയ ആൾക്കാരെ കണ്ട 15,000 രൂപ വലിയ സംഖ്യയായിട്ട് തോന്നും. ചൂട് വലിയ സ്വപ്നങ്ങളോ ജീവിതശൈലിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയെ കണ്ട 1.5 ലക്ഷം ഒരു സംഭവമായിട്ട് തോന്നുകയില്ല. ഇത് തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഭയങ്കര ടയർഡ് ആവും, പക്ഷെ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ടയർഡ് ആവത്തില്ല. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഓടി നടക്കാനുള്ള കാര്യം എന്റെ സ്വപ്നങ്ങൾ അത്രയും അടുത്ത് മുന്നിൽ നിൽപ്പുണ്ട്. ഞാനത് കാണിക്കാം, ഒരു മാക്സിമം വന്നത് 10 ദിവസം ഞാൻ കാണിക്കാം എന്താ പറഞ്ഞു. ഞാനത് നിങ്ങളോട് പറയുന്ന കാര്യം, ലൈഫ് ഒന്നേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ എത്താം. നമ്മൾ ഇന്ന് മുബീൻ സാറിന്റെ തരത്തിലുള്ള ലൈഫ് സ്റ്റൈല് 5 വർഷം കൊണ്ട് കൊതിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇപ്പൊ പണിയെടുത്താൽ മതി, നമുക്ക് എത്തും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് റിസൾട്ട് വന്നില്ലായിരിക്കാം. ചിലപ്പോൾ സക്സസ് സ്റ്റോറിയിൽ വന്ന റിസൾട്ട് വന്നിട്ട് നിങ്ങൾ 1, 2, 3, 4 വർഷമായിട്ടുണ്ടാവും, ഉദ്ദേശിച്ച റിസൾട്ട് വന്നിട്ടുണ്ടാകത്തില്ല. അതിന്റെയൊക്കെ കാരണം കഴിഞ്ഞ് പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നുകൊണ്ട് ചെയ്യാൻ മാത്രമേ. കാരണം നമ്മൾ പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പോകും. ഈ പോസ്റ്റ്മോർട്ടത്തിന് പോയാൽ നിങ്ങൾ എങ്ങും എത്തില്ല. ആണ് പോസ്റ്റ്മോർട്ടം ഒക്കെ മാറ്റി വെച്ച് ചെയ്യാണെങ്കിൽ തീരുമാനം എടുത്തത്. ഞാൻ പലപ്പോഴും അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാതിരിക്കുന്നതല്ല ജീവിതത്തിൽ. ഞാൻ ചില ചെയ്ത കാര്യങ്ങളിൽ ഉണ്ടായ മണ്ടത്തരങ്ങള് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിടും, ആലോചിച്ച തലവേനെടുക്കും. അവിടെ ആലോചിക്കുകയല്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആരെയും കുറ്റം പറഞ്ഞോ ആരെയും എന്താ പറഞ്ഞ ഇത് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു വഴിത്തിരിവാണ്, ഇത് എല്ലാവർക്കും ഒരു വഴിത്തിരിവാണ്. നിങ്ങൾക്കറിയാം RTP പ്ലാൻ ചെയ്തിട്ടുണ്ട്. RTPക്ക് ഇനി സീറ്റൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയില്ല. അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. 6ഉം 7ഉം നമ്മൾ മെയ് 6ഉം 7ഉം എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുക. RTPക്കകത്ത് ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും, മലബാർ മില്ലിയൻസിനുള്ള എല്ലാ ആൾക്കാരും പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ലെവലായിരിക്കും അതിനകത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ. നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് നിങ്ങളായിരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് വരാം. ആ ലെവലിലായിരിക്കും നമ്മൾ പോരുന്നത്. തീരുമാനം എടുത്തിട്ടായിരിക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും നമ്മളോടൊന്ന് പോരുക. നിങ്ങളുടെ ടീമിൽ നിന്ന് കീ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും RTPക്കകത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് ഈ ബിസിനസ് നിൽക്കുന്നത്, അല്ല ജീവിതം തന്നെ എപ്പോഴാണ്. നമുക്ക് പലപ്പോഴും തീരുമാനങ്ങളില്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എങ്ങും എത്തില്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പലർക്കും ജീവിതത്തിൽ തീരുമാനങ്ങളില്ല, അതുകൊണ്ട് എങ്ങും എത്തുന്നില്ല. അവര് പോലും അറിയുന്നില്ല എങ്ങും എത്തുന്നില്ല എന്നുള്ളത്. അവര് നോക്കുമ്പോ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. നമ്മളൊരു വലിയ ആളും അല്ല. നമ്മൾ ആക്ച്വലി സാധാരണ മുബീൻ സാറ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ 40,000 രൂപ ശമ്പളത്തിൽ ജോലിയിൽ എന്നും കടക്കാരനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വേറെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ജീവിതത്തില് ഒരു 10 കോടിയുടെ 20 കോടിയുടെ വീട് മേടിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ എത്തും. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ചെറിയ ജോലിയിലെ സാറ്റിസ്ഫാക്ഷനും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിൽക്കാതെ നമ്മൾ വലിയൊരു ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്യാം. അതിന് പറ്റിയ ബിസിനസ് ഇത് മാത്രമേ ഇന്നുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം, നിങ്ങൾ പോലും അറിയാത്ത ഒരു വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുക. എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതമാണ് അതിനെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഭാവിയാണ് അതിനെ നഷ്ടപ്പെടുത്തരുത്. സക്സസ് ബറിയോ മൈലേജ് സ്റ്റൈലോ വളരും. നിങ്ങളുണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിലും, ഞാനുണ്ടെങ്കിലും ഞാനില്ലെങ്കിലും വളരും. എന്റെ മാത്രം ആവശ്യമാണ് ഇതിനകത്ത് ഞാൻ ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാകുക, നിങ്ങൾ ചെയ്യുക. ഒരു സമയം പോലും, ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതിരിക്കുക. നമുക്ക് ഇന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയി, ഇനി ജീവിതത്തിൽ അത് വരത്തില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും മാക്സിമം നിങ്ങൾ മുന്നോട്ട് പോവുക. നാളെ രാവിലെ റീഇഗ്നൈറ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ ടീമിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും രാവിലെ വന്ന് നിങ്ങൾ അതിനകത്ത് കയറ്റുക. നമ്മൾ വിചാരിച്ചാൽ അതിനകത്ത് ആള് കയറും. നമ്മൾ തന്നെ രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിൽ എന്ത് സംഭവിക്കും? റീഗയിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാവരും നാളെ രാവിലെ യോഗ ചെയ്യാനായിട്ട് ഉണ്ടാവണം. അതുപോലെ നിങ്ങളുടെ ടീമിൽ നിന്ന് കഴിയുന്നത്ര ആൾക്കാരെ റീഗ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അതിനേക്കാൾ ഉപരി നാളെ രാവിലത്തെ റീഇഗ്നൈറ്റ് പങ്കെടുപ്പിക്കുക. നമുക്കൊരു മാറ്റം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത്, ഞാൻ 2017 തുടങ്ങി അതേ ആറ്റിറ്റ്യൂഡില് എനിക്ക് സാധനം വെട്ടിപ്പിടിക്കണം എന്ന് ഇറങ്ങി അതേ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുണ്ടാവും, അടുത്ത 5 വർഷത്തേക്ക് അതുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഞാൻ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനന്ന് തീരുമാനിച്ചൊരു കാര്യം, പവർ ഓഫ് സ്പോക്കൺ വേർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഈ 2017 ഞാൻ എടുത്ത തീരുമാനമാണ്, അടുത്ത 5 വർഷത്തേക്ക് സക്സസ് ബറിയിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആള്. ഞാൻ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. അത് 2023 വരെ അത് കണ്ടിന്യൂ ചെയ്തു. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല ഞാനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം. ഞാൻ പുറകോട്ട് പോയത് ബിസിനസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിൽ ഒന്നുമല്ല. ഒരു ദിവസം പോലും ഈ ബിസിനസ്സിൽ ഒരു പണിയെടുക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല. പക്ഷെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ചില സമയത്ത് ഇല്ലാതെ പോയി. എനിക്ക് അത് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം കുഴപ്പമായിരിക്കും ഞാൻ പറയാം. ചിലപ്പം ഞാൻ ചില കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇനി നിങ്ങളോട് ഞാൻ പറയാം, അടുത്ത 3 വർഷത്തേക്ക് സക്സസ് ബറിയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആള് ഞാനാണ്.
ഒരു സംശയം വേണ്ട. ഏറ്റവും കൂടുതൽ പണി ആ തീരുമാനം എടുത്തിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാമെങ്കിൽ ചലഞ്ച് ചെയ്തോ. അടുത്ത 3 വർഷത്തേക്ക് സക്സസ് പറയില്ല. കാരണം ആദ്യത്തെ 5 വർഷം ഞാൻ ഓടിയ ഓട്ടം നിങ്ങൾക്ക് അറിയില്ല. ഒരു ഫോർഡ് എൻഡേവർ എന്നുള്ള ഫോർഡ് എൻഡേവർ 2.25 വർഷം കൊണ്ട് 66,000 കിലോമീറ്റർ ഓടിയാ വണ്ടി. അതിന് മുമ്പ് ഒരു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓടി ഒരിക്കലും 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലിയ ലാഭമായിരുന്നു. കാരണം ജീവിതത്തിൽ എന്ത് ചെയ്താലും തുടക്കം കഴിഞ്ഞ് 3.5 വർഷം കൊണ്ട് ഒരു ജാഗ്വാർ ഒന്നും ഒരാൾക്ക് മേടിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓടിയോണ്ടാണ് അടുത്ത 3 വർഷത്തേക്ക് സക്സസ് പറയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന വ്യക്തി ഞാനായിരിക്കും. പുറകെ വരാമെങ്കിൽ നിങ്ങൾക്കും കൂടാം, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. കൂടെ നിന്നാൽ നിങ്ങൾക്കും വലിയ ലെവലിൽ എത്താം. കാരണം നമ്മൾ ആർക്കും വേണ്ടി ഒരു സമയത്തും വെയിറ്റ് ചെയ്തിട്ടില്ല, ആർക്കും വേണ്ടി ഒരു സ്ഥാനത്തും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഫീൽഡിലേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻവോൾവ് ആണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് വണ്ടേഴ്സ് ടുഗദർ. ഇതൊരു തുടക്കമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അതിന് ചിന്തിക്കാനുള്ള ബുദ്ധി തരട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജീവിതം അടങ്ങി നിൽക്കാതെ, ചെറിയ ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ. ഇപ്പൊ നിങ്ങൾ തന്നെ ചില ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ മീറ്റിംഗ് ഫ്രീ ആയിരുന്നെങ്കിൽ കയറാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തുക. അവർ നിങ്ങളെ എങ്ങും എത്തിക്കാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട എന്നാ നിങ്ങൾക്ക് തിരിച്ചറിയാം. അങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാരെ എന്നൊക്കെ ഓടി ഒളിക്കുക. അവരൊക്കെ നിങ്ങളെ എങ്ങും എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല. അവരുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ആരെക്കുറിച്ച് നമുക്ക് ടെൻഷൻ ഒന്നുമില്ല, നമുക്ക് ആരെക്കുറിച്ചും പേടിയില്ല, നമുക്ക് ആരെക്കുറിച്ചും ടെൻഷൻ ഇല്ല. ഞാൻ എന്റെ മോൻ പൂനെയിലും ബോംബെയിലും ഒക്കെ ജീവിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പേടിയൊന്നുമില്ല. അവന്റെ ജീവിതം അവൻ ചെയ്തോളൂ, എനിക്കറിയാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ കൂടുതൽ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കണ്ട. ഇതിനകത്ത് ചെയ്യാം, മുന്നോട്ട് പോവുക, ഡെവലപ്പ് ചെയ്യാം. മറ്റുള്ള ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്ത ഒരു അപ്ലൈൻ മെന്ററെ കണ്ടുപിടിച്ച് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ റീഇഗ്നൈറ്റീവിന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രൊമോഷൻ നടത്തുക, ഇതുവരെ ചെയ്യാത്ത അത്രയും വലിയ പ്രൊമോഷൻ നടത്തുക. നമുക്ക് തീരുമാനിക്കാം എവിടെ എത്താവുന്നുണ്ട്. ലെറ്റ്സ് ഡു വണ്ടേഴ്സ് ടുഗദർ ആൻഡ് ബാക്ക് ടു അൽതാഫ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു മനോട്ടോ. കാരണം ഇന്ന് രാവിലെ നടന്ന പ്രോഗ്രാമിന്റെ ആക്ച്വലി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വൈകുന്നേരത്തെ പ്രോഗ്രാം നമുക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബോറായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. 1-2 ഇൻഫോർമേഷൻ തന്നിട്ട് മാത്രം നിർത്താണ്. ഞാൻ മനസ്സർ RTPനെ കുറിച്ച് പറഞ്ഞു. RTPനെ കുറിച്ചിട്ട് ഞാൻ മനസ്സരോട് പറയരുതെന്ന് പറയാൻ വേണ്ടിട്ട് നിൽക്കുകയായിരുന്നു. കാരണം അത് RTPനകത്ത് ഇനി സീറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇന്ന് ഞാൻ ഒരാളിമ്പാട് ഒരു STന്റെ നമ്പറും പാടെ എനിക്ക് കിട്ടാൻ ബാലൻസ് ഉള്ളായിരുന്നു. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി നമുക്ക് അവിടെ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ആ റിസോർട്ട് കഴിയാനായിട്ട് അടുത്ത റിസോർട്ടിൽ നിന്ന് വരെ നമ്മൾ 5-6 റൂംസ് എടുത്തിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ സെറ്റിൽ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്തില്ല, അതിനകത്ത് ചാൻസ് ഇല്ല. അതുകൊണ്ട് വന്നും നിങ്ങൾ തന്ന കൗണ്ട് തന്ന നമ്പറും ഇനി കുറക്കാതെ വെക്കുക, അതിൽ കൂട്ടാതെ നിൽക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ 2024 ഈ ബിസിനസ്സിനകത്ത് കൂടെ നമ്മൾ RTPന്റെ മെയിൻ ഉദ്ദേശം എത്ര മാത്രമേ ഉള്ളൂ, ഈ ബിസിനസ്സിനകത്ത് നിൽക്കുന്ന ആളുകൾ വരുമാനമൊക്കെ 50,000 1 ലക്ഷം എത്തിക്കുക. അതിനുള്ള പർപ്പസ് ആണ്. ഇപ്പൊ സക്സസ്ഫുള്ളി വളരെ വ്യക്തമായിട്ട് മനോജ് സാർ വിഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനോജ് സാറിന്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയുന്നത്, മനോജ് സാറ് അടുത്ത 3 വർഷത്തിന് ഏറ്റവും കൂടുതൽ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനോജ് സാറെ നിങ്ങളെ കൂടെ ഞാനുണ്ടാവും. അതേപോലെ തന്നെ ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെ ലെവലിൽ വളരുന്നുണ്ടാവില്ല, ഇത് അൽതാഫും വളർന്നിരിക്കും, യാതൊരു സംശയമില്ല. കാരണം എന്താ, കൊറോണ പീരീഡിനകത്ത് മനോജ് സാർ ഇവിടെ ഇറങ്ങി വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് അറിയാൻ പറ്റും. അതേ ശരി മനോജ് സാറെ കൂടെ നിന്നത് കൊണ്ടാണ് എന്റെ ലൈഫിനകത്ത് ഇന്ന് ഇത്രയും വലിയ മാറ്റം ബിസിനസ്സിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയത്. ആ സമയത്തിന്റെ ബിസിനസ് വളരെ ഫ്ലോപ്പ് ആയിരുന്നു. വളരെ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ RTC ലെവലിൽ എന്റെ ബിസിനസ് നല്ല രീതിയിനകത്ത് താഴത്ത് പോയിന് കൊറോണ വന്നുകൊണ്ട്. രണ്ടാമത് 6 മാസം കൊണ്ട് ഞാൻ ആ ബിസിനസ്സിലെ 2ാമത്തെ ലെവലിലേക്ക് ദൈവം സഹായിച്ചിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം മനോജ് സാർ വന്നിട്ട് എനിക്കറിയാൻ പറ്റും. 10 ദിവസം ഇവിടെ നിന്നിട്ട് ഏകദേശം നമ്മളെ ടീമിനകത്ത് തന്നെ 30 ജില്ല പ്രോഗ്രാം ചെയ്തിട്ടാണ് മനോജ് സാർ അന്ന് പോയിട്ടുള്ളത്. പല സ്ഥലത്തും പ്രോഗ്രാം ചെയ്തിട്ടാണ് മനോജ് സാർ പോയിട്ടുള്ളത്. സോ അതേ രീതിയിനകത്ത് ഒരു സിംഗിളാണ് മനോജ് സാർ 3-ാമത്തെ വേർഷനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആരൊക്കെ കൂടെ നിൽക്കുന്നുണ്ടോ അവർക്ക് എന്ത് ചെയ്യാൻ വിജയിക്കാം. ഞാൻ 100% പറയാനൊന്നും തയ്യാറില്ല. ഈ നിൽക്കുന്ന 10-50 ജില്ല ആൾക്കാർക്കൊക്കെ പറ്റുന്നു, അവരൊന്നും ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. ആരാണ് മുന്നിട്ട് ഇറങ്ങുന്നത്, ആരാണ് ഞാൻ റെഡി ഉണ്ട്, ഫുൾ സിംഗിൾ ഫുൾ ഫയറിൽ ഇറങ്ങണേ, അവരുടെ കൂടെ അവിടെയാണ് സക്സസ്ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്, അവിടെയാണ് നമ്മളൊക്കെ ഫോക്കസ്. പക്ഷെ ശരിക്കും അതിന്റെ തുടക്കം നാളത്തെ റീഗ്നേറ്റീവ് പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്പേഴ്സിനെ കാണാം, ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഓരോ ഏരിയനകത്തും GTS ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, കണ്ണൂരുണ്ട്, ആ സ്ഥലത്ത് GTS ഉണ്ട്, തൃശ്ശൂരുണ്ട്, എല്ലാം നാളെ തൃശ്ശൂർ GTS നാളെ
ചൊവ്വാഴ്ച ഉണ്ടെന്ന് നാളെ പാലക്കാട് ഉണ്ട്. ഞാൻ നാളെ പാലക്കാട് ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷനെയും കൂട്ടിയിട്ട് വരിക. ഞാൻ നാളെ പാലക്കാട് GTS-നകത്തുണ്ട്. സോ എല്ലാ മീറ്റിങ്ങിനകത്ത് മാസത്തിലൊരിക്കൽ ഞാൻ കണ്ണൂർ ഉണ്ടായിരിക്കും, തൃശ്ശൂർ ഉണ്ടായിരിക്കും, ഇവിടെ പാലക്കാട് ഓൾമോസ്റ്റ് ഞാൻ ആഴ്ചയിൽ മാസത്തിൽ 4 തവണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും 3 തവണ എന്തായാലും ഞാൻ ഉണ്ടാവും. കാരണം അവിടെ എന്റെ പേഴ്സണലി ടീം അവിടെ വളരുന്നുണ്ട്. സോ എന്ത് വന്നാലും ശരി ഈ ബിസിനസ്സിനകത്ത് 2024 ഒരു വലിയൊരു വിഷനും പർപ്പസും കൂടിയിട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് മൂവ് ചെയ്യണേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു കൂട്ടായ്മയോട് നിന്നിട്ട് നമ്മളെ ലക്ഷ്യങ്ങൾ നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് നാളത്തെ റീഗ്നേറ്റ് പ്രോഗ്രാമിനകത്ത് മാക്സിമം നാളത്തെ എന്ത് ചെയ്യാം, ഈ റീഗ്നേറ്റ് പ്രോഗ്രാമിനകത്ത് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് നമ്പേഴ്സിനെ കയറ്റാം. നാളെ രാവിലെ മുതൽ നമ്മളെ ബിസിനസ് ശരിക്കും വേറെ ലെവലിലേക്ക് നാളത്തെ റീഗ്നേറ്റീവ് പ്രോഗ്രാമിനകത്ത് മാറണം. അതേ സമയത്ത് നിങ്ങളെ കൂടെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണം. എല്ലാവരും റീഗേറ്റ് കണക്ട് ചെയ്യാം. നമുക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷനകത്തുനിന്ന് ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ നമ്മളെ RTP പ്രോഗ്രാം തീരുമ്പോൾ നമുക്ക് 100 പേരെ 150 പേരെന്ത് ചെയ്യണം, നമുക്ക് റീഗേറ്റ് റേസ് ചെയ്യണം. അതിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാം. റീഗേനകത്ത് കൂടെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. റീഗേ കൂടെ നമുക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിനകത്ത് വളരാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ മാത്രം പ്രാർത്ഥന നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അൽതാഫ്, താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം. ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. എല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ട് കിടന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ.